എല്ലാവർക്കും വെരി വെരി ഹാപ്പി ആൻഡ് ഓസം മോർണിംഗ്. ഒരു നല്ല ഗൈഡഡ് ജേണിയും പിന്നെ മെഡിറ്റേഷൻ, ഷാനയുടെ കുറച്ച് വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ വിസ്ഡം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ലാസ്റ്റ് വീക്കിലെ നമ്മളുടെ ടോപ്പിക് ഒരുപാട് പേർക്ക് വല്ലാണ്ട് കണക്റ്റഡ് ആയി എന്ന് അറിഞ്ഞതിൽ സന്തോഷം. ഞാനൊരു ജസ്റ്റ് ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. പക്ഷെ പൊതുവേ ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ ഒരുപാട് റിവ്യൂസ് നീഡിങ് നത്തിങ് അട്രാക്ട്സ് എവറിത്തിങ് എന്ന ടോപ്പിക്കിന് പൊതുവേ ഞാനും മെൻറ്റേഴ്സൊക്കെ നോട്ട് ചെയ്തു. പലർക്കും അത് ഭയങ്കര കണക്റ്റിംഗ് ആയി എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. സോ കമ്മിങ് ടു ടുഡേയ്സ് ടോപ്പിക്, നമ്മളിങ്ങനെ എയർന്ന് വല്ല ടോപ്പിക്കും കിട്ടുമെന്ന് കാത്തിരിക്കലാണ്. അപ്പോൾ ഞാൻ സെഷനിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ സിംപ്ലി ഷാന ലേണിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ മൈൻഡിലേക്ക് സ്പാർക്ക് ചെയ്തത് ഓക്കെ, എന്നാലിന്ന് ലേണിങ്ങിലൂടെ ഒന്ന് പോയി നോക്കാം. എനിക്കറിയില്ല എവിടേക്കാണ് പോകുന്നത്, നമുക്കൊന്ന് പോയി നോക്കാം. മറ്റാൾ പറഞ്ഞാൽ ഒന്ന് പോയി നോക്കാം എന്നുള്ളതാണ്. അതിന് മുന്നേ ഇന്നത്തെ ഗൈഡഡ് ജേണി എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ആഫ്റ്റർ ദ സെഷൻ വിൽ ഓഫ് കോഴ്സ് കേൾക്കും. അപ്പോൾ ഏതായാലും നമ്മുടെ കോച്ച് ആസിയാണ് ഇന്ന് ഷെയർ ചെയ്തത്. ആൾക്ക് എല്ലാവിധ ബ്ലെസ്സിങ്സും, ഒരുപാട് വളരാനും മുന്നേറാനും കുറേ ലൈഫ്സ് ടച്ച് ചെയ്യാനുള്ള അവസരം നാഥൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഫൈൻ, അപ്പോൾ നമുക്ക് പോയേക്കാം. ലേണിംഗ് നോക്കിയേ, ആർക്കും സംശയമില്ലാത്ത ഒരു സംഭവമാണ്. മനുഷ്യർ മരിച്ചു പോകുന്നത് ജീവൻ അവസാനിക്കുമ്പോഴല്ല, അവന് പഠനം നിർത്തുമ്പോഴാന്ന് പറയാറുണ്ട്. അപ്പോൾ എന്നതുകൊണ്ട് തന്നെ പഠനത്തിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രവാചക വചനമൊക്കെ അറിയാലോ അല്ലേ? അന്ത കാലഘട്ടത്തിൽ നിങ്ങൾ ചൈനയിലൊക്കെ പോയിട്ടാണെങ്കിലും അറിവ് നേടണം എന്ന് പറയുമ്പം ചൈനക്ക് എന്താ അതിന് മാത്രം പ്രാധാന്യം ചോദിച്ചാൽ ചൈനയുടെ പ്രാധാന്യമല്ല, ആ യാത്രയുടെ ബുദ്ധിമുട്ടാണ്. എത്ര ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടാണെങ്കിലും, നിങ്ങൾ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണെങ്കിലും ഒരു അറിവ് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ നമ്മളത് പോയി സ്വീകരിക്കണം എന്നൊക്കെയാണ് മാസ്റ്റേഴ്സ് ആയിട്ടുള്ളവരൊക്കെ പലപ്പോഴും പറഞ്ഞു വെക്കാറുള്ളത്. ഇന്ന് നമുക്ക് ചൈനയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ചൈന നമ്മളിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് സൗകര്യങ്ങൾ കൂടി എന്നൊരു പ്രയാസം മാത്രമേ ഉള്ളൂ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് പോളി മാത്സ് ആയിട്ടുള്ള ആൾക്കാർ, ഈ ടേം ഞാനിതിന് മുന്നേ കുറേ മുന്നേ GTയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ചിലപ്പോൾ കയറിയവർക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടി പറയാം. പോളി മാത്സ് ആയിട്ടുള്ള ആൾക്കാർ, പോളി മാത്സ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം വ്യത്യസ്തമായ കാര്യങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള, പല കാര്യങ്ങളിലും അഗ്രഗണ്യരായിട്ടുള്ള, ഒരു മേഖലയല്ല മൾട്ടി ലെയർഡായിട്ട് എക്സ്പ്ലോറിങ് നടത്തിയിട്ടുള്ള പല മാസ്റ്റേഴ്സും. ഇവരൊക്കെ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ അത്തരം ആളുകൾ ഇന്ന് എന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്ന് നോക്കിയാൽ ഒരു കാരണം ഒരു പക്ഷേ ഇന്ന് സൗകര്യങ്ങൾ കൂടിയതാവാം. ഞാനിങ്ങനെ ലേണിങ്ങിൻ്റെ കാര്യം പറയുമ്പം ലേണിങ്ങിൻ്റെ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ അദബ് എന്നാണ് നമ്മൾ പറയുക അല്ലേ, ഡിസിപ്ലിൻ. വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല, പഠിക്കുന്നതിനൊരു ഡിസിപ്ലിൻ ഉണ്ട്. അപ്പോൾ എന്താണ് അദബോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഡിസിപ്ലിനോട് കൂടിയിട്ടുള്ള ലേണിംഗ്? അതുകൂടി സംഭവിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുക. ചിലരുണ്ട് ഒരുപാട് പഠിക്കുന്നുണ്ട്, ഒരുപാട് അറിയുന്നുണ്ട്, പക്ഷെ ആ അറിഞ്ഞതിനൊരു ചിട്ട വേണം. അത് സ്വീകരിക്കുന്നതിനും സ്വീകരിക്കാൻ തയ്യാറാവുന്നതിനും സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴും സ്വീകരിച്ചതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളിലും കീപ്പ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ ഡിസിപ്ലിനിലൂടെ അറിവിനെ കൊണ്ടുപോകുമ്പോഴാണ് നമുക്കതുകൊണ്ട് ഗുണം കിട്ടുന്നത് എന്നുള്ളതാണ്. ഈ ലോകം മുഴുവൻ അറിവാണ്, പ്രപഞ്ചം മുഴുവൻ അറിവാണ്. എന്താണ് നമ്മളിവിടെ വന്നത് എന്ന് വെച്ചാൽ തന്നെ അറിയാനാണ് അല്ലേ? നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ അറിവ് നേടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ജനിച്ചിരിക്കുന്നത് എന്നല്ല. ഇപ്പോൾ സിംപ്ലി സ്പിരിച്വലി നമ്മൾ പറഞ്ഞാൽ എന്തിന് ഭൂമിയിൽ വന്നു വെച്ചാൽ ഒറ്റ വാക്കിൽ പറയാം, അറിയാൻ. അപ്പം അടുത്ത ചോദ്യം, എന്ത് അറിയാൻ? നിന്നെ അറിയാൻ. നിന്നെ എന്ന് പറയുമ്പം അവിടെ നമ്മളൊരു തേർഡ് പേഴ്സൺ ആയിട്ടോ സെക്കൻഡ് പേഴ്സൺ ആയിട്ടോ മാറി നിന്നിട്ട് നിന്നെ അറിയുക എന്നോ, അതാരാണ് ഈ നിന്നെ? നിന്നെ എന്നത് വേണമെങ്കിൽ ഞാൻ തന്നെ തന്നെ അറിയുക എന്നത് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്നെ ഞാനാക്കിയ നിന്നെ അറിയുക എന്ന് വേണമെങ്കിലും പറയാം. ഇത്രയേ ഉള്ളൂ അറിയലിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഈ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും എന്തിനാണ് ഇവിടെ വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി വന്നതാണ്. ആര് അറിയാൻ? ഞാൻ ആരാണ്? ഒരു ചെടിക്ക് ഉണ്ടാവില്ല ചോദ്യം ഞാൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം, ഉണ്ടാവാമല്ലോ അതിനൊരു ബോധത്തിൽ. ഞാൻ എന്താണ് ഇങ്ങനെ എന്നുള്ളൊരു ചോദ്യം, എന്താണ് ഇങ്ങനെ, ആരാണ് ഞാൻ, എന്താണ് ഇത് എന്നതിൻ്റെ അർത്ഥം കണ്ടെത്തലാണ് എല്ലാ ചരാചരങ്ങളുടെയും ഉദ്ദേശം. അതിന് അറിയാൻ പല വഴികൾ വേണമായിരുന്നു. ഇത് കണ്ടെത്താൻ, ഞാൻ ആരാണ് എന്നറിയാൻ, നീ ആരാണ് എന്നറിയാൻ, ഇതെന്താണെന്ന് അറിയാൻ, അത് എന്താണ് എന്നറിയാൻ. ഈ അറിയാനുള്ള ത്വര എല്ലാത്തിൻ്റെ ഉള്ളിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അറിയലിൻ്റെ നീഡോട് കൂടിയിട്ടാണ് ഇവിടെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അറിയുക എന്നതാണ് അറിവിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനം. പക്ഷെ പലപ്പോഴും നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പം അറിയലാണോ നടക്കുന്നത്, പഠിക്കലാണോ നടക്കുന്നത്, അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യലാണോ നടക്കൽ, വിശ്വസിക്കലാണോ നടക്കുന്നത്, ഇങ്ങനെ കുറേ തലങ്ങളുണ്ട്. അപ്പം അറിയുക എന്നതൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ടേർമിനാണ്. അറിയുക, അനുഭവിക്കുക എന്നൊരു സംഭവം. അപ്പോൾ
ഈ എല്ലാത്തിൻ്റെ ഉള്ളിലും അറിയാനുള്ള, അന്വേഷിക്കാനുള്ള ഒരു ടെൻഡൻസി കിടക്കുമ്പം അതിന് വേണ്ടിയിട്ട് മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തതാണ്, അറിയാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തതാണ് ഭാഷ. നമുക്ക് ഒരു കാര്യം അറിയണമെങ്കിൽ ഒരു ഭാഷ വേണം. ഭാഷ എന്ന് പറഞ്ഞാൽ അറിയാൻ നമുക്ക് സംവദിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പറയുക ഇമോഷൻസ് യൂസ് ചെയ്യണത്. അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആംഗ്യ ഭാഷ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂചകങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിറങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുവപ്പ് കാണുമ്പം, പച്ച കാണുമ്പം, ഇങ്ങനെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൂചകങ്ങൾ ഉപയോഗിക്കുന്നു. അറിയാനും അറിയിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഭാഷ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അറിയലിൻ്റെ നീഡ് അത്രമാത്രം മനുഷ്യർക്ക് ഉള്ളിൽ മൊത്തം നിറഞ്ഞപ്പോഴാണ് ആയിരക്കണക്കിന് ഭാഷകൾ ഉണ്ടായത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അറിയാൻ ഒരു ഭാഷ മതിയായിരുന്നില്ലേ? പക്ഷെ അങ്ങനെയല്ല, പല ഭാഷകളിലൂടെയായിട്ടും മനുഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷ് തന്നെ പഠിക്കണം നിർബന്ധമില്ല, മലയാളത്തിലൂടെ പഠിക്കാം. പക്ഷെ എപ്പോൾ മുതൽ മലയാളം ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും അറിയാൻ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലാംഗ്വേജിൻ്റെ പിറകിലുള്ള അത്ഭുതത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പല ആൾക്കാർക്ക് അത് സ്വാഭാവികതയാണ്. ഞാൻ പറയുന്നു, നമ്മൾ അറിഞ്ഞു തുടങ്ങൽ അറിയാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഉപയോഗിക്കുന്നു അതിനോടൊക്കെ വല്ലാത്തൊരു അഡ്മിറേഷൻ, അറിയാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ഉപാധികൾ യൂസ് ചെയ്യണോ അതിനോടൊക്കെ വല്ലാത്തൊരു എന്തൂസിയാസം വരുമ്പോഴാണ് ഞാൻ പറയാം അറിഞ്ഞു തുടങ്ങലിൻ്റെ, പഠിച്ചു തുടങ്ങലിൻ്റെ ഒന്നാം ഘട്ടം നമ്മൾ ശരിക്കും പൂർത്തിയാക്കണത്. എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് കുഞ്ഞുനാളിൽ അതിൻ്റെ ചെറിയൊരു കഷ്ണം കിട്ടും. സ്കൂളിലാണല്ലോ പഠിക്കാൻ വേണ്ടി നമ്മൾ പോവാം. അപ്പോൾ ഒരു കുട്ടിക്ക് സ്കൂളിൽ പോകണമെന്ന ചിന്ത എപ്പോഴാണ് ഉണ്ടാവുക? താത്തയോ അല്ലെങ്കിൽ കാക്കയോ ആരെങ്കിലുമൊക്കെ സ്കൂളിൽ പോയി വരുമ്പം അവരുടെ ബുക്കും പെന്നും ബാഗൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ പേന എനിക്ക് പിടിച്ചു നോക്കാൻ, അറിയലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തിനോടെങ്കിലൊക്കെ നമുക്കൊരു ഹരം തോന്നാം. അല്ലാണ്ട് പഠിക്കണം എന്ന് തന്നെ ഫസ്റ്റ് നമുക്ക് തോന്നല്ല. അതിലേക്ക് ചേർന്ന് നിൽക്കുന്ന, അറിയലിനെ പറയുന്ന, അറിയലുമായിട്ട് ചേർന്ന് നിൽക്കുന്ന എന്തൊക്കെയുണ്ടോ ഇതൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ അസോസിയേറ്റ് ചെയ്ത് അതിനോടൊക്കെ ഒരു ആകർഷണം ഇങ്ങനെ തോന്നിയിട്ട് പതിയെ പതിയെ നമ്മൾ പഠിക്കാൻ വല്ലാണ്ട് മുട്ടിയിട്ടല്ല പോണത്. പേന ഉപയോഗിച്ച് നോക്കാൻ, ബാഗ് ഉപയോഗിച്ച് നോക്കാൻ, യൂണിഫോം ഇട്ട് നോക്കാൻ ഉള്ളൊരു ആകർഷണത്തിൽ നിന്നാണ് പലപ്പോഴും കുട്ടികൾ എനിക്കും സ്കൂളിൽ പോകണം എന്ന് പറയുന്നത്. അവിടെ എന്താ നടക്കുന്നത് പോലും നമുക്കറിയില്ല. പക്ഷേ അറിയലിൻ്റെ വഴിയിലേക്ക് നമ്മളെ ആകർഷിക്കുന്നതിൽ അതുമായി ചേർന്ന് നിൽക്കുന്ന എല്ലാത്തിനും ബന്ധമുണ്ടായിരുന്നെങ്കിൽ ശരിയായ അന്വേഷണം, ശരിയായ പഠനം സംഭവിക്കുന്നത് പഠിക്കുന്ന വിഷയത്തോടുള്ള താല്പര്യത്തിന് ഉപാധിയായിട്ട് അല്ലെങ്കിൽ ഉപരിയായിട്ട് അതിനു മുകളിലായിട്ട് അതുമായി ചേർന്ന് നിൽക്കുന്ന എല്ലാത്തിനോടും നമുക്ക് വല്ലാത്തൊരു കണക്ഷൻ ഫീൽ ചെയ്യും, വല്ലാത്തൊരു ഹരം ഫീൽ ചെയ്യും. ഇത്രയും ഞാൻ പറഞ്ഞു വെച്ചതിൽ ഒരു കാരണം, അങ്ങനത്തെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് വന്നത്, നിങ്ങൾക്ക് ഈ ഗൈഡഡ് ടോക്കിന് ഒരു എക്സാമ്പിൾ പറയണേ. ഈ ഗൈഡഡ് ടോക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടും. ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് പോകാന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് ഒരു ചായ കുടിക്കാൻ പോയിട്ട് ചായ കുടിച്ച് ഇറക്കുന്നത് പോലെയല്ല. നിങ്ങൾ ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ഇഷ്ടപ്പെടും. അപ്പം നേരത്തെ എണീക്കുന്നത്, കാര്യങ്ങൾ ഒരുങ്ങുന്നത്, നിങ്ങളുടെ ഫോണ് ചാർജൊക്കെ നേരത്തെ തന്നെ ചെയ്ത് വെക്കുന്നത്, നെറ്റ്വർക്കൊക്കെ ഉണ്ടോ നേരത്തെ ചെക്ക് ചെയ്ത് സെറ്റായിട്ട്, ഇതൊക്കെയാണല്ലോ ഇതിൻ്റെ ഡിസിപ്ലിൻസ്. നമ്മളിപ്പം ദൈവത്തെ അറിയാനാണ് നമസ്കാരത്തിലേക്ക് അല്ലെങ്കിൽ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പ്രാർത്ഥന എന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ അംഗശുദ്ധി വരുത്തി അല്ലെങ്കിൽ കുളിച്ച് ശുദ്ധിയായി വൃത്തിയായി വുളൂവൊക്കെ ചെയ്ത് ഒരുങ്ങി നമ്മൾ പോകുന്നത് എന്തുകൊണ്ടാണ്? അത് ആ അറിയുക എന്ന അനുഭവത്തിലേക്ക് നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ കീപ്പ് ചെയ്യേണ്ട കുറച്ച് ഡിസിപ്ലിൻ ഉണ്ട്. അപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ചോളം ഇത് കേവലം ഒരു ഡിസിപ്ലിനാണ്. വേറെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി ഒരുങ്ങുന്ന ഓരോ ഘട്ടത്തിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രോസസ്സും നമുക്ക് ആസ്വാദനമായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ കൂടി ആസ്വദിക്കുമ്പോഴാണ് നമ്മളുടെ പഠനത്തിൻ്റെ, അറിവ് സ്വീകരിക്കലിൻ്റെ വഴികൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. എക്സ്പാൻഡിങ് ദ ഹൊറൈസൺ എന്ന് പറയുന്നത് പോലെ സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അറിവ് എന്നത് ലക്ഷ്യമാക്കുന്നവരുടെ പ്രത്യേകത, അറിയുക എന്നത് ലക്ഷ്യമാക്കുന്നവരുടെ പ്രത്യേകത, അവർ പഠിക്കുന്നവരെക്കാളും അതുപോലെ തന്നെ ഹൃദ്യസ്ഥമാക്കുന്നതിനേക്കാളും വിശ്വസിക്കുന്നതിനേക്കാളൊക്കെ മീതെ അവരതിൻ്റെ ചുറ്റിലുള്ള എല്ലാത്തിനോടും വല്ലാത്തൊരു ഹരം, വല്ലാത്തൊരു രസം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞതിൽ ഒരു പോയിന്റ്, ഈ പറഞ്ഞ ഭാഷ എന്നത് അറിയാനുള്ള ഒരു മീഡിയമാണ്. അപ്പം ചില കാര്യങ്ങളോട് നമുക്ക് അതിയായിട്ട് സ്നേഹം വരുമ്പോൾ, ചിലത് അറിയാൻ പഠിക്കാൻ നമുക്ക് അതിയായിട്ട് ആഗ്രഹം വരുമ്പം ചിലപ്പോൾ ഭാഷയായിരിക്കും പ്രശ്നമായിട്ട് വരുന്നത്. പക്ഷെ അത് എനിക്ക് പഠിക്കാൻ അത്രമാത്രം ഇഷ്ടമുള്ള, എനിക്കറിയാൻ അത്രമാത്രം ആഗ്രഹമുള്ള ഒരു കാര്യമാകുമ്പം ഒരിക്കലും സാധ്യമല്ല എന്ന് തോന്നുന്ന ആ ഭാഷ പോലും നമ്മൾ പഠിച്ചെടുക്കും. അതെന്തുകൊണ്ടാണ്? നമുക്ക് എന്തറിയണമോ അതിനോട് അത്രമാത്രം കണക്ഷൻ ഉള്ളതുകൊണ്ടാണ്. ചില ആൾക്കാരുണ്ട്, എനിക്ക് ലാംഗ്വേജ് പഠിക്കണം ഭയങ്കര, എന്ന് നിങ്ങളോട് എഴുതാൻ പറയുമ്പോൾ ആരൊക്കെയോ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ എഴുതി വെച്ചെന്ന് പറഞ്ഞു. അപ്പം ആക്ച്വലി നമ്മൾ അതുകൊണ്ട് എന്തറിയാനാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ഇംഗ്ലീഷ് കിട്ടിയിട്ട്
നിങ്ങൾ എന്തറിയാനാണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ഷൈൻ ചെയ്യാനാണോ? ആൾക്കാരുടെ മുന്നിൽ പോയിട്ട് എനിക്ക് ഇംഗ്ലീഷൊക്കെ അറിയാം എന്ന് പറയാനാണോ? അങ്ങനെ വരുമ്പോഴാണ് നമുക്കത് ശരിക്ക് അങ്ങനെ സ്വായത്തമാക്കിയെടുക്കാൻ പറ്റാത്തത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭാഷ പഠിക്കൽ ഒരു ചലഞ്ചായിട്ടുള്ള കാര്യമല്ല. എന്നാൽ ഭാഷ കൊണ്ട് എന്താണോ അറിയേണ്ടത് ആ അറിയേണ്ടതിനോട് നമുക്ക് വല്ലാത്തൊരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ അതറിയാൻ ഭാഷ ഒരു തടസ്സമാവുകയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഭാഷ പോലും നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു ആയിരക്കണക്കിന് ഭാഷകൾ, ലാംഗ്വേജുകൾ ലോകത്തിലുണ്ടെങ്കിൽ ഈ ലാംഗ്വേജുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അവരത് ഉണ്ടാക്കിയത്. അറിയാനുള്ള അന്വേഷണത്തിൽ ചുറ്റിലും നടക്കുന്നത് എന്താണെന്നുള്ള അന്വേഷണം അതിയായിട്ട് മനുഷ്യൻ നടക്കുമ്പം അത് മനസ്സിലാക്കിയെടുക്കാൻ ഒരു ടൂളായിട്ട് എക്സാക്ട്ലി ഭാഷകൾ സംഭവിച്ചതാണ്, ലാംഗ്വേജുകൾ സംഭവിച്ചതാണ്. അപ്പോൾ പുതിയ ഭാഷകൾ ഉണ്ടാക്കുന്ന, ഭാഷ എന്നുള്ളത് മാറ്റിയിട്ട് പുതിയ വേർഡുകൾ ഉണ്ടാക്കുന്ന ആൾക്കാർ മിക്കവാറും കവികളായിരിക്കും, അല്ലെങ്കിൽ ഇൻവെൻറ്റേഴ്സ് ആയിരിക്കും, ശാസ്ത്രജ്ഞന്മാരായിരിക്കും. പുതിയ എന്തെങ്കിലും കണ്ടെത്തിയാൽ അതിനൊരു പുതിയ പേരിട്ടേ പറ്റൂ. അപ്പോൾ അവർ പുതിയ ടേമുകൾ ഉണ്ടാക്കി കൊണ്ടുവരും. അവർ ടേം ഉണ്ടാക്കാനോ ലാംഗ്വേജ് ഉണ്ടാക്കാനോ അല്ല പോണത്. ഒരു കവി പോകുന്നത് ഭാഷ ഉണ്ടാക്കാനല്ല. അവരെന്തോ ഒന്ന് അറിയുന്നു, എന്തോ ഒന്ന് അന്വേഷിക്കുന്നു. അതിനെ അവർ അറിഞ്ഞതിനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കാൻ അവർക്ക് പുതിയ വാക്കുകൾ വേണ്ടി വരും, പുതിയ വർണ്ണനകൾ വേണ്ടി വരും, പുതിയ ശൈലികൾ വരും. അതിൽ നിന്നും പുതിയ ഭാഷകൾ ഉണ്ടാകുന്നു, പുതിയ ടേമുകൾ ഉണ്ടാകുന്നു, പുതിയ വാക്കുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലാംഗ്വേജ് പോലും അറിയാനുള്ളതിൻ്റെ ഒരു ടൂളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലാംഗ്വേജ് പഠിക്കാനുള്ള ആൾക്കാരോട് ഞാൻ പറയും, നിങ്ങൾ ആ ലാംഗ്വേജ് പഠിക്കാന്നുള്ള ഗോളിനോടൊപ്പം തന്നെ അതിന് തൊട്ടു മീതെയായിട്ട് ആ ലാംഗ്വേജിനെ നിങ്ങൾ എന്ത് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ അറിയാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണമാകുമ്പം ഇതെല്ലാം നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ എന്ത് ചെയ്യും, വന്നുകൊണ്ടിരിക്കുന്നില്ല. ഈ അടുത്തിടെ ഞാനൊരാളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ അവരോട് ചോദിച്ചു, ഹി നോസ് സം ഫോറിൻ ലാംഗ്വേജസ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ലാംഗ്വേജ് എങ്ങനെയാണ് പഠിച്ചെടുത്തത്? അപ്പോൾ പറഞ്ഞു, അത് ഇങ്ങനെ യൂട്യൂബിലൂടെ ഓൺലൈനിലൂടെ ഒക്കെ പഠിച്ചതാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിശയം, പഠിക്കാം, പക്ഷേ സാധാരണ ഇംഗ്ലീഷോ മലയാളം എന്നല്ല, കുറച്ച് ടഫായിട്ടുള്ള ലാംഗ്വേജാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അവർക്ക് ലാംഗ്വേജിനോട് താല്പര്യം ഉണ്ടായിട്ട് പഠിച്ചതല്ല, അവർക്കൊരു സബ്ജക്റ്റിനോട് വല്ലാത്ത താല്പര്യം ഉണ്ടായിരുന്നു. ആ സബ്ജക്റ്റ് ഒരു സ്പെസിഫിക് ലാംഗ്വേജിൽ നിന്നാണ് ഉൾത്തിരിഞ്ഞു വന്നത്. അപ്പോൾ എന്നതുകൊണ്ട് തന്നെ ആ സബ്ജക്റ്റ് അറിയാമെന്നുള്ളത് അത്രമാത്രം ആഗ്രഹമായപ്പം ഈവൻ ഒരു ടീച്ചർ ഇല്ലാണ്ട് തന്നെ, ഒരു ഗൈഡ് ഇല്ലാതെ തന്നെ അവരത് പഠിച്ചു തുടങ്ങിയിട്ടും അവർക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് അവരെന്നെ പറയാം, എനിക്ക് ആ ലാംഗ്വേജ് എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ ഒതുങ്ങി കിട്ടുന്നത് പോലെ, എനിക്കിങ്ങനെ വശപ്പെട്ട് വരുന്നത് പോലെ ഫീൽ ചെയ്തു. ആ ലാംഗ്വേജിന് എന്നെയും വേണം എന്നൊരു ഫീലിംഗ് ജസ്റ്റ് ഫെൽറ്റ് സോ എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. അപ്പം പഠനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല രസകരമായിട്ടുള്ളൊരു യാത്രയാണ്. പക്ഷെ പഠനത്തിൻ്റെ ഡിസിപ്ലിനാണ് നമ്മൾ ആക്ച്വലി ഇൻറ്റൻഷനും അതിൻ്റെ ഡിസിപ്ലിനും അതിൻ്റെ സറൗണ്ടിങ്സും കോണ്ടെക്സ്റ്റും കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പഠനത്തോളം ആസ്വാദ്യകരമായ മറ്റൊന്നുമില്ല. മനുഷ്യന് പല ലെവൽസ്, നമ്മൾ ഈ സെൽഫ് ആക്ച്വലൈസേഷൻ്റെ ഓരോ ലെവൽസ് ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ടല്ലോ. അപ്പോൾ മനുഷ്യന് ബേസിക്കായിട്ട് ഉള്ള കുറച്ച് നീഡുകളുണ്ട്, അത് കുറച്ച് പ്ലഷേഴ്സും ഉണ്ട്. ഒന്ന്, ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്നത് ഒരു പ്ലഷറാണ്. വിശപ്പ് അടങ്ങുക എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഒരു പ്ലഷറുണ്ട്, അത് ഭക്ഷണം കഴിച്ച് തീർന്നാൽ തീരും, പിന്നെ അടുത്ത വിശപ്പ് വരുമ്പോഴേ അത് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ സെക്ഷൽ പ്ലഷറിനെ പറ്റി പറയാറുണ്ട്, അതും കുറച്ച് സമയം നിലനിൽക്കുന്നത് മാത്രമാണ്, അത് കഴിഞ്ഞാൽ അത് തീർന്നു പോകുന്നു. ഇങ്ങനത്തെ ഓരോ ലെവൽ പ്ലഷറുകളിൽ നിന്നും മനുഷ്യനെ എലവേറ്റ് ചെയ്ത് അവൻ്റെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ലെവലിൽ നിന്നും അവൻ്റെ നീഡൊക്കെ കഴിഞ്ഞ് എലവേറ്റ് ചെയ്ത് പോകുമ്പം ഇതിൻ്റെ ഒക്കെ മീതെ നെഫ്സിൻ്റെ ആഗ്രഹങ്ങൾ, നമ്മുടെ ശരീരത്തിൻ്റെ നീഡുകൾക്ക് മീതെ ഒരു മനുഷ്യനെ എലവേറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് അവൻ്റെ ഹെവൻലി റെലമിലേക്ക്, അവൻ്റെ സ്പിരിച്വൽ റെലമിലേക്ക്, അല്ലെങ്കിൽ മാലാഖമാരെക്കാളും ഉയർന്നു പോകുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ മനുഷ്യൻ എത്തിച്ചേരുന്നത്. ഇതിൻ്റെയൊക്കെ മീതെയുള്ള പ്ലഷറിലേക്ക് അവൻ കൂടി എത്തുമ്പോഴാണ്. അപ്പോൾ ശരിക്ക് ഇത്തരത്തിൽ ആ ഗ്രൗണ്ടഡ് സ്റ്റേറ്റിൽ നിന്നും എലവേറ്റഡ് സ്റ്റേറ്റിലേക്ക് മനുഷ്യൻ എലവേറ്റ് ചെയ്ത് പോകുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം അവന് വിജ്ഞാനത്തോടുള്ള ദാഹവും വിജ്ഞാനം സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആസ്വാദനമുണ്ട്. അറിവ് എന്നുള്ളത് ഒരു പ്ലഷറാണ്, അറിവ് സ്വീകരിക്കുക എന്നുള്ളത്. എത്ര ആലോചിച്ച് നോക്കിയാൽ പഠിക്കാൻ വേണ്ടി സ്കൂളിൽ പോകുന്ന മെജോറിറ്റി കുട്ടികളും, നമുക്ക് സ്കൂളൊക്കെ ആണല്ലോ പഠനത്തിൻ്റെ കേന്ദ്രം, അറിവ് സ്വീകരിക്കലിൻ്റെ കേന്ദ്രം, പോകുന്ന മെജോറിറ്റി കുട്ടികൾക്കും പഠനം സ്വീകരിക്കുന്നതിനനുസരിച്ചിട്ട് അവർക്ക് വൈജ്ഞാനികമായിട്ടുള്ള ആസ്വാദനമാണോ ഉണ്ടാകുന്നത്, പ്ലഷറാണോ കിട്ടുന്നത്, അല്ലെങ്കിൽ ഹെഡേക്ക് ആണോ കൂടുന്നത്? പഠിച്ച് തലവേദനയാകുന്നു, കുറേ പഠിക്കാനുണ്ട്, എനിക്കാകെ പ്രഷറാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആക്ച്വലി അവർ ആ അറിവിനെ ഈ പറഞ്ഞ രൂപയാണ് വൈജ്ഞാനികമായിട്ടുള്ള ആസ്വാദനം, വിജ്ഞാനം സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്ലഷറുണ്ട്. അത് ശാരീരികമായിട്ടുള്ള അനുഭൂതിയല്ല,
അത് മാനസികവും ആത്മീയവുമായിട്ട് കിട്ടുന്ന ഒരു അനുഭൂതിയാണ്, ഒരു മൈൻഡ്ഫുൾനെസ് സ്റ്റേറ്റാണ് അറിവ് സ്വീകരിക്കുമ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ ശരിക്കും നിങ്ങൾ ഗൈഡ് ടോക്കിൽ വന്നിരിക്കുമ്പോൾ അതിൻ്റെ കുറച്ച് കഷ്ണമൊക്കെ കിട്ടുന്നത് കൊണ്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു തരത്തിലുള്ളൊരു പ്ലഷർ ഉണ്ട് നമുക്ക് പുതിയ അറിവുകൾ സ്വീകരിക്കുമ്പോഴാണ്. എന്നാൽ നിങ്ങൾ ആലോചിക്കുക, പണ്ട് കുറേ ആൾക്കാർ സ്കൂളിൽ പോയിട്ട് ഫിസിക്സും കെമിസ്ട്രിയും സോഷ്യലും ഒക്കെ സോഷ്യൽ സയൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമുക്ക് ഈ പ്ലഷർ ഇതേ അവസ്ഥ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം. ഇപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ഭയങ്കര മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ട്, കണ്ണിൽ സ്പാർക്കോട് കൂടിയിട്ട്, ചിലർ പാട്ടൊക്കെ കേട്ട് ആസ്വദിക്കുന്നത് പോലെ ഇങ്ങനെ കിടന്ന് ആടുന്നുണ്ട്, അവർ പോലും അറിയാണ്ട് ആസ്വാദനത്തിലാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ആസ്വാദനം നമുക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ എത്ര ലെവലിൽ കിട്ടിയിട്ടുണ്ടായിട്ട് നോക്കുമ്പം അന്നും നമ്മൾ അറിവ് തന്നെ സ്വീകരിച്ചത്, അന്ന് നമ്മൾ പഠിക്കുക തന്നെ ചെയ്തത്. പക്ഷെ എന്തായിരുന്നു വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അറിയുക, ഇനിയും അറിയുക. അപ്പോൾ അറിയുക എന്ന പഠന ശൈലിയിൽ നിന്നുമാണ് ശരിക്കും പറഞ്ഞാൽ പഠനത്തിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാം നമുക്ക് ആസ്വാദനമായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. വേറൊരു സാധനമാണ് നോക്കാറില്ല, ഒന്ന് പോയി നോക്കട്ടെ, എന്താ സംഭവം നോക്കട്ടെ. അത് അറിയാനുള്ളതല്ല, അത് നോക്കലാണ്. എന്താ സംഭവം, അതെന്താ അവിടെ, ആ നോട്ടം കൊണ്ട് ഒന്നും കിട്ടാനില്ല. അറിയാൻ വേണ്ടി നോക്കിയവരെ കൊണ്ട് മാത്രമേ നോക്കുന്നവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുള്ളൂ എന്നതാണ് വാസ്തവം. അപ്പം നമ്മൾ ഏത് കണ്ണുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണെന്നുള്ളതാണ്. ഏത് കണ്ണുകൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അറിയുക എന്നതിനേക്കുള്ളൊരു ഹരം മനുഷ്യന് കിട്ടിക്കഴിഞ്ഞാൽ അത് അറിവ് സ്വീകരിക്കൽ കൊണ്ട് സംഭവിക്കുന്ന ഒരു ആത്മീയ ഉണർവുണ്ട്, ഒരു ആത്മീയ ജ്യോതിയുണ്ട്. അത് നമ്മളിൽ സംഭവിക്കുന്നു. അത് നാച്ചുറലി നമ്മളെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വിസ്ഡത്തിന് നമ്മളെ ഹീൽ ചെയ്യാൻ പറ്റും, അറിവിന് നമ്മളെ ശമിപ്പിക്കാൻ വേണ്ടി പറ്റും. കാരണം അറിവിനെ നമ്മളെ ശമിപ്പിക്കാൻ വേണ്ടി പറ്റും. അതാരാ പറഞ്ഞത്? ആരാണ് അറിവിനെയും അറിയലിൻ്റെയും വഴിയുണ്ടാക്കിയതും ആരാണോ അറിയാൻ വേണ്ടി മനുഷ്യനെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചത് അവൻ്റെ തന്നെ പ്രഖ്യാപനമാണ് അറിയുക എന്നതാണ് നിങ്ങൾക്കുള്ള ശമനം. അതാണല്ലോ ദൈവത്തിനെ അറിയുക, സ്മരിക്കുക എന്നതാണ് മനുഷ്യൻ്റെ മനസ്സിന് സമാധാനം കിട്ടുക എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ദൈവത്തെ അറിയണത് ദൈവമുണ്ടിട്ടോ അല്ലെങ്കിൽ ദൈവം ഇങ്ങനെയാണ് കേട്ടോ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ദൈവവുമായി ചേർന്ന് നിൽക്കുന്ന ദൈവത്തിൽ നിന്നുമുള്ള എന്തിനെ അറിഞ്ഞാലും അത് അറിവാണ്, അത് അറിയലാണ്, അത് ശമനമാണ് എന്നുള്ളതാണ്. ഇപ്പം ചില ആൾക്കാർക്ക് കടലിങ്ങനെ നോക്കിയിരിക്കുമ്പം സ്വാസ്ഥ്യം കിട്ടുന്നുണ്ടെങ്കിൽ, സ്വസ്ഥത കിട്ടുന്നുണ്ടെങ്കിൽ, ഭയങ്കര ശാന്തത കിട്ടുന്നുണ്ടെങ്കിൽ, ആ ശാന്തമായ അവസ്ഥയിൽ ഒരു സമാധാനത്തിൻ്റെ അവസ്ഥയിലേക്ക് നിങ്ങളിങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു തലത്തിൽ നിങ്ങളുടെ അകത്തിരുന്നിട്ട് എന്തോ ഒന്ന് അറിയുന്നുണ്ട്, എന്തോ ഒന്ന് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ശാന്തത വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ശാന്തതയിൽ നിന്നും നമ്മൾ അറിയാതെ അറിയേണ്ടതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണോ നമ്മൾ അറിയേണ്ടത്, ശരിക്കും എന്താണോ അറിയേണ്ടത്, അതിലേക്ക് നമ്മളെ നയിക്കുന്നതായിരിക്കണം അറിവുകളൊക്കെ. അത് ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളമാണെങ്കിലും ഏത് ഭാഷയാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും അറിയേണ്ടതിന് അറിയാനുള്ള, നമ്മൾ പോലും അറിയാതെ അറിയാനുള്ള. ഇപ്പം റൂമി പറയുന്നുണ്ട്, നിങ്ങളൊരു പുഷ്പം കണ്ടിട്ട് വാവ് എന്നൊരു ഫീലിങ്ങിലൂടെ കണ്ണോടുകൂടി നിങ്ങൾ അതിനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ പുഷ്പത്തല്ലേ കണ്ടിട്ടുള്ളൂ, നീ കണ്ണുകൊണ്ട് പുഷ്പത്തെ കണ്ടു, പക്ഷെ നിൻ്റെ ഹൃദയം ആ പുഷ്പത്തിലെ അത്ഭുതം കണ്ടു. പുഷ്പത്തിലെ അത്ഭുതം സൃഷ്ടിച്ചവനാരോ അവനെ നീ ഹൃദയം കൊണ്ട് അനുഭവിക്കുന്നു, നീ ആസ്വദിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കണേ. നീ പോലും അറിഞ്ഞിട്ടില്ല നീ ആസ്വദിച്ചത് അവനെയാണ് എന്നുള്ളൊരു കാര്യം. നീ അറിയാതെ അറിയേണ്ടതിന് അറിയുന്നതിലേക്ക് നയിക്കുന്ന വഴിയായിരിക്കണം അറിവിൻ്റെ വഴി, പഠനം എന്ന് പറഞ്ഞാൽ. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എത്രയും പഠിക്കാം. ഇപ്പം എന്നോട് ഇപ്പോഴത്തെ ഘട്ടത്തിൽ, പണ്ടത്തെ ഘട്ടത്തിലല്ല, ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഒരാൾ എനിക്കൊരു താല്പര്യമില്ലാത്ത സബ്ജക്റ്റ് കൊണ്ടിട്ട് എൻ്റെ മുന്നിൽ പഠിച്ചാലോ ചോദിച്ചാലും ഞാൻ പറയും പോയി നോക്കാമെന്ന് പറയും, ലെറ്റ് സീ എന്ന് പറയും. കാരണം അന്വേഷണത്തിന് അതിനെ കൈപ്പിടിയിലാക്കാൻ ഒരു നാക്കുണ്ട്, ഒരു പ്രത്യേക നാക്കുണ്ട്. ചില ആൾക്കാരെ കണ്ടില്ലേ, പല മേഖലകളിലും ദേ കീപ്പ് ഓൺ എക്സ്പ്ലോറിങ്. ബൈ അവർക്ക് അതിലൂടെ ഒക്കെ പോകുമ്പോൾ കീപ്പ് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. ചില ആൾക്കാരുണ്ടായിരിക്കും നിങ്ങൾക്ക് പരിചയത്തിലുള്ളവർ, ദേ യൂസ് ടു റീഡ് ലോട്ട്സ് ഓഫ് ബുക്സ്. അപ്പോൾ നമുക്കിങ്ങനെ തോന്നും ഇവർ ഇത്രത്തോനെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു, നമുക്ക് ഒരു ബുക്ക് പോലും ഫുള്ളാക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് ഇവരെ പോലെ നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് ഇവരെ പോലെ നമുക്ക് ആ പുസ്തകത്തിലൂടെ ഇങ്ങനെ കടന്നു പോകാൻ പറ്റുന്നില്ല. ഇത്രയേറെ പുസ്തകങ്ങൾ വായിച്ചു തീർക്കുന്നതിന് അവർ കണ്ടെത്തിയ ഒരു നാക്ക് ഉണ്ടായിരിക്കും. പുസ്തകത്തിൽ പിടിച്ചിരുത്തുന്ന, പുസ്തകത്തെ സമീപിക്കേണ്ട ഒരു നാക്ക് ആക്ച്വലി അവർക്ക് ഉണ്ടായിരിക്കും. ആ നാക്കാണ് ആക്ച്വലി അറിയലിൻ്റെ നാക്ക്. അത് അറിയലിൻ്റെ നാക്കാണെന്ന് പോലും
അവർ മനസ്സിലാക്കുന്നുണ്ടായിരിക്കില്ല. നമ്മൾ പുറത്ത് നോക്കുമ്പോൾ എന്താ, അവർ വായിക്കുന്നു, പഠിക്കുന്നു, കുറേ വായനയിലൂടെ പോകുന്നു, പഠിക്കുകയാണ്, അവർ പഠിക്കുകയാണ്. പക്ഷേ പഠിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സുണരുന്നത് സ്കൂളിലെ ക്ലാസ് റൂമിൽ ഒരു കുട്ടി ഇരിക്കണ പോലെ ആയിരിക്കും. നമ്മളിങ്ങനെ ചിന്തിക്കാം, എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്ന് പറയുമ്പോൾ നമ്മളുള്ളുന്ന ഒരാൾ ആ പഠിക്കുക എന്നുള്ള വാക്ക് പിടിക്കും, എന്നിട്ട് മൂപ്പര് വെക്കും. പഠിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കെന്താ, സ്കൂളിൽ പഠിച്ചതുപോലെ മറ്റിടങ്ങളിൽ പോയിട്ട് ട്യൂഷനിൽ പോയിട്ട് പഠിച്ചതുപോലെ ആ ബോധം ഉണർന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും പഠനമല്ല സംഭവിക്കുന്നത്. ചിലപ്പം ആവർത്തനം സംഭവിക്കാം, അല്ലെങ്കിൽ നേരത്തെ ഷാന പറയുമല്ലോ, ഫോർ ദ സേക്ക് ഓഫ് മാർക്ക്, ഫോർ ദ സേക്ക് ഓഫ് ഗെറ്റിംഗ് പാസ്റ്റ് ടു ദ നെക്സ്റ്റ് ലെവൽ, ഈ ഒരു പോയിന്റിലേക്കുള്ള ബോധം ഉണർന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് അറിയുക എന്നതിൻ്റെ രസം കിട്ടൂല, അറിയുക എന്നതിൻ്റെ ഹരം കിട്ടൂല എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ പഠനം നിലയ്ക്കുന്ന സമയം മുതൽ ഒരാൾ മരിച്ചു എന്ന് പറയാം. പക്ഷേ ഏത് പഠനം? ചില ആൾക്കാർ പഠിച്ച് തുടങ്ങിയത് മുതൽ മരിച്ച ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, കുറേ ആൾക്കാരുണ്ട്. കാരണം ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പോയ മക്കളെ എടുക്ക് കണ്ടാൽ തോന്നും, നിങ്ങൾക്ക് അവിടെ തിന്നാനൊന്നും തരുന്നില്ല മോളെ, നീ ഒന്നും കഴിക്കുന്നില്ല മോളെ, എന്താ എനിക്ക് പറ്റിയതെന്നൊക്കെ ചോദിക്കും. ഒന്നും പറയണ്ട അമ്മ, ഫുള്ള് പ്രഷറാണ്, ഫുള്ള് സ്ട്രെസ്സാണ്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഗവൺമെൻറ് തന്നെ ഇപ്പോൾ റൂൾ ഇറക്കിയിരിക്കുകയാണ്, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ സെൻറ്റേഴ്സിലൊക്കെ തന്നെ മസ്റ്റായിട്ട് കൗൺസിലേഴ്സ് ഉണ്ടായിരിക്കണം, മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കണം. കാരണം അത്രമാത്രം സ്ട്രെസ്സിലൂടെയാണ് അവർ കടന്നു പോകണമെന്നുള്ളത്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് അറിവ് അത്രക്കും സ്ട്രെസ്സാണോ? നമ്മൾ ഈ ഗുരുക്കന്മാരൊക്കെ ആയിട്ടുള്ള, മാസ്റ്റേഴ്സൊക്കെ ആയിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, പ്രവാചകരുടെ അനുയായികളായിട്ടുള്ളവരൊക്കെ നമ്മൾ ഉദാഹരിക്കുമ്പം അവർ 40, 50, 60 വയസ്സിലാണ് സ്റ്റുഡൻസ് ആവണത്. അപ്പം അവരെങ്ങനെയാണ് 40-ാമത്തെ വയസ്സിലും 50-ാമത്തെ വയസ്സിലും, ലോകത്തിലെ ഏറ്റവും രഹസ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കലവറയാണ് നമ്മൾ ഈ വേദഗ്രന്ഥങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ. വേദങ്ങൾക്കുള്ളിൽ നിറഞ്ഞിരിക്കുന്നത് ആത്മജ്ഞാനത്തിൻ്റെ രഹസ്യവും ദിവ്യജ്ഞാനത്തിൻ്റെ രഹസ്യവും പ്രപഞ്ച രഹസ്യമൊക്കെയാണ്. ഇത്രയും വലിയ ടോപ്പിക്കാണ്. അപ്പോൾ ചെറിയ ടോപ്പിക്കൊന്നുമല്ല. PhD ഒക്കെ കഴിഞ്ഞവർ അന്വേഷിച്ച് തുടങ്ങുന്ന തലത്തിലാണ് അവർക്ക് ഫസ്റ്റ് ക്ലാസ് തന്നെ കൊടുത്തുകൊണ്ടിരിക്കണേ. അപ്പം ആദ്യത്തെ 10 വർഷത്തിലേറെ കാലം ആ അനുയായികൾക്ക് പ്രവാചകരെ പോലുള്ളവരൊക്കെ പകർന്നു കൊടുത്തത് അത്രയും വലിയ വിസ്ഡമായിരുന്നു, അത്രയും വലിയ അറിവായിരുന്നു. അപ്പോൾ അവരെങ്ങനെയായിരിക്കും ഇത്രത്തോളം സ്ട്രെസ്സൊന്നും ഇല്ലാണ്ട് പഠിച്ചു പോയത്? കാരണം അവർ അറിയുകയായിരുന്നു, അവരെ അറിയിച്ചു കൊടുക്കുകയായിരുന്നു. അതാണ് അറിയാൻ വേണ്ടി പഠിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പം നിങ്ങൾ ദൈവത്തെ അറിയാനാണോ ശ്രമിക്കുന്നത്, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കാനാണോ ശ്രമിക്കുന്നത്? മടിയന്മാർക്ക് ഈസി വിശ്വസിക്കുക എന്നുള്ളതാണ്, പഠിപ്പിസ്റ്റുകൾക്ക് ഈസി അറിയുക എന്നുള്ളതാണ്. അപ്പം അറിയാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഇത് നടക്കുന്നത്, ഇതെങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഈ ഒരു അറിയാനുള്ളൊരു രസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചാപ്റ്ററിലുള്ളതിൻ്റെ അപ്പുറത്തുള്ള സാധനങ്ങളും നമ്മൾ നോക്കും. ഇപ്പം സ്കൂളിൽ നമുക്കൊരു ടോപ്പിക്ക് ബയോളജിയിൽ കോശം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോശത്തെ പറ്റി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോശത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കുന്നത് ഈ ചാപ്റ്ററിന് എത്ര മാർക്കിനാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക? 4.5 മാർക്ക് അല്ലെ 5 മാർക്ക് ഉണ്ടാവുക. 5 മാർക്കിൽ പൊതുവെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് ഇത്. അപ്പോൾ ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ലേ, പിന്നെ ഇത് ബോക്സിലിട്ട സാധനമല്ല, അത് എഡീഷണൽ റീഡിങ്ങിനുള്ള, അത് മെല്ലെ മാറ്റി വെക്കാം. എന്നാൽ ഒരു കുട്ടി കോശം കണ്ടിട്ട് ഓ മൈ ഗോഡ് സെല്ലില്ലേ, ഇതിൻ്റെ സെൻറ്ററിൽ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ സാധനം കാണുന്നുണ്ടല്ലോ, ഓക്കെ, അപ്പോൾ ഇതിലെന്തൊക്കെയാണ് ഉള്ളത്, ഇതിലെന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ സെല്ല് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളിപ്പോൾ പറയുന്നത് ബയോളജിയിലില്ല, അപ്പോൾ കെമിസ്ട്രിയിൽ ഇതുണ്ടാക്കിയത് ആറ്റത്തിൻ്റെ നടക്കും ന്യൂക്ലിയസ്. ഫിസിക്സിൽ പഠിച്ചത് മറ്റേ ജോഗ്രഫി ബേസ് ചെയ്ത് ഇങ്ങനെ പോയ സമയത്ത് സോളാർ സിസ്റ്റം പഠിച്ചപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ സൂര്യൻ ഇങ്ങനെ കേന്ദ്രം, എല്ലാത്തിനും ഒരു കേന്ദ്രം ഉണ്ടല്ലോ, എന്താ അങ്ങനെ കിടക്കുന്നത്? അപ്പോൾ എല്ലാത്തിനും ഒരു കേന്ദ്രം ഒക്കെ കേന്ദ്രീകൃതമായിട്ടാണല്ലോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? കൊള്ളാലോ. അപ്പോൾ ഈ കുട്ടിക്ക് ബയോളജി ടെക്സ്റ്റ് മതിയാവില്ല. കുട്ടി ബയോളജിയിലെ സെല്ലിൻ്റെ ഉള്ളിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും ഇനി അതിൻ്റെ ഇടയിൽ അഡീഷണൽ ബോക്സിൻ്റെ അത് വായിച്ചിട്ട് അതിൻ്റെ താഴെ വല്ല ലിങ്ക് ഉണ്ടെങ്കിൽ അതും സെർച്ച് ചെയ്ത് നോക്കും. ഇതാണ് അറിയാൻ. ചിലപ്പം എക്സാമിന് പെർഫോം ചെയ്യുന്ന സമയത്ത് ഈ കുട്ടിക്ക് ചിലപ്പോൾ 1 വേർഡ് ആൻസറോ സ്ട്രൈറ്റ് ആൻസറോ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കൂടി അതിനപ്പുറത്ത് അതിൻ്റെ കാര്യം ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുന്നതാണ്. ഇതാണ് അറിയാൻ വേണ്ടി പഠിക്കുക. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും, അറിയലിനെ സ്വീകരിക്കും. നമ്മൾ ടീച്ചേഴ്സിന് അറിയിച്ചു കൊടുക്കുന്നവരാവണം. അറിയിക്കലാവണം ടീച്ചറുടെ ദൗത്യം. രക്ഷിതാക്കളുടെ ദൗത്യം പഠിപ്പിക്കലാവരുത്, അവരെ അറിയിക്കലാകണം. അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് നല്ല രസമായിട്ടുള്ള വഴികളാണ്. ഒരു പസിൽ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കലാണ്. ഈ അറിയിച്ചു കൊടുക്കലിൻ്റെ ആശാന്മാരായിരുന്നു പണ്ട് കാലത്തെ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ. ഇവർ പഠിപ്പിച്ചു കൊടുക്കുന്ന പരിപാടിയല്ല, അറിയിച്ചു കൊടുക്കുക. അതാണ് അനുഭവം ഗുരു അനുഭവമായിട്ടാണ് അറിവിനെങ്ങനെ പകർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപേണ ടീച്ചർമാർ അനുഭവമായിട്ട് അറിവിനെ അറിയിച്ചു കൊടുക്കില്ലെങ്കിൽ അത് ശരിയായിട്ട് പഠിക്കാത്തതുകൊണ്ട് ജീവിതം കൊണ്ട് കുറേ ആൾക്കാർ അനുഭവിക്കും. അപ്പോൾ അവരെന്ത് വരും, സ്കൂളിൽ പഠിച്ചതൊന്നല്ല ഗുരു, അനുഭവം കൊണ്ട്
എനിക്ക് ഗുരുക്കളായിട്ട് കുറേ ആൾക്കാരുണ്ട്. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു. ഇത് ഇങ്ങനൊന്നും അല്ലടാ എന്ന് പറഞ്ഞിട്ട് വഴി തെറ്റി പോകുന്നുണ്ട്. അത് ഉമ്മയാകുന്ന, അച്ഛനാകുന്ന, ടീച്ചറാകുന്ന ആ വഴിയിലൂടെ അറിയിച്ചു കൊടുക്കേണ്ടവർക്ക് അറിയിക്കലേഖന എന്ന് അറിയാത്തത് കൊണ്ടാണെന്നുള്ള. അപ്പം ഇവിടെ ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ പഠിപ്പിക്കാനോ കുറേ പുതിയ അറിവുകൾ ഇങ്ങനെ ഇട്ട് തരാനല്ല, നിങ്ങൾക്ക് അറിയിച്ചു തരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയലിൻ്റെ വഴിയെ നിങ്ങൾ മുന്നേറുക എന്നതിലേക്കാണ് എത്തിക്കുന്നത്. അപ്പം ഈ അറിയലിൻ്റെ വഴിയെ എത്തിയ ആൾക്കാരെയാണ് നമ്മൾ പറയാം ഒരു സീക്കർന്ന്, അന്വേഷി എന്ന് പറയാം. ഒരു ഗവേഷകൻ എപ്പോൾ ഒരു അന്വേഷിയായിരിക്കും, അവൻ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പല രീതിയിൽ നമുക്ക് അന്വേഷിക്കാം, പല രീതിയിൽ നമുക്ക് അന്വേഷിച്ചിറങ്ങാം. അപ്പോൾ അന്വേഷിച്ച് ഇറങ്ങുമ്പം അന്വേഷിക്കുള്ളിൽ സ്നേഹം കൂടി ഉണ്ടാകുമ്പം, എന്താണോ അന്വേഷിക്കുന്നത് അതിനോട് വല്ലാത്തൊരു സ്നേഹം കൂടി ഉണ്ടാകുമ്പം അവൻ ആത്മാന്വേഷിയായി. അതുകൊണ്ടാണ് ആത്മാന്വേഷികൾക്ക് അവരന്വേഷിക്കുന്നത് അവൻ്റെ സ്വത്വത്തെ തന്നെയാണ്. അവൻ്റെ സ്വത്വത്തെ അറിയുന്നതിലൂടെ അതിനെ സൃഷ്ടിച്ച ദൈവത്തെ കൂടിയാണ് അവൻ അന്വേഷിക്കുന്നത്. പക്ഷേ ഈ അന്വേഷിച്ചിറങ്ങുന്ന സമയത്ത് അവൻ എന്തിനെയാണോ തേടുന്നത് അതിനോട് വല്ലാത്ത സ്നേഹം ഉണ്ടായിരിക്കും, വല്ലാത്ത കണക്ഷൻ ഉണ്ടായിരിക്കും. അത് എങ്ങനെയൊക്കെ അറിയാൻ പറ്റും, അത് എങ്ങനെയൊക്കെ കണ്ടെത്താൻ പറ്റും എന്നുള്ള ആവേശത്തോടു കൂടി, സ്നേഹത്തോടു കൂടി ഇറങ്ങിത്തിരിക്കുന്നത് കൊണ്ട് സ്നേഹമാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇതിൻ്റെ ലൈറ്റ് വേർഷനായിട്ട് നമുക്ക് എടുക്കാം. ലോകത്തിൽ എല്ലാ അറിവിൻ്റെ അന്വേഷണത്തിൻ്റെ ഇടയും സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിലൂടെയാണ് സംഭവിക്കുന്നത്. സ്നേഹം മാത്രമാണ് അതിൻ്റെ അടിസ്ഥാനം. അങ്ങനെ സ്നേഹത്തിലൂടെ പഠിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു വിദ്യാർത്ഥിയാണ്, നിങ്ങൾ പഠിക്കുന്നു, സ്നേഹത്തിലായിട്ട് അന്വേഷിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പ്രായം പെട്ടെന്ന് കൂടൂല. എത്ര പഠിച്ചാലും നിങ്ങൾ യങ് ആയിരിക്കും. നിങ്ങളുടെ ആ ചൈൽഡ് മൈൻഡ്, ആ യങ് സ്റ്റേറ്റ് നിങ്ങൾക്ക് എപ്പോഴും നിലനിർത്താൻ വേണ്ടി പറ്റും. ഇവരെ കണ്ടാൽ, പഠിക്കുന്നവരെ കണ്ടാൽ നമുക്കൊരിക്കലും ഇനി മേലാൽ ഞാൻ പഠിക്കാൻ പോകില്ല എന്നല്ല തോന്നാം. നമുക്കും ഇങ്ങനെ അവരെ ഓരങ്ങനെ ആകർഷിക്കും, എനിക്കും പഠിക്കണം, എനിക്കും അറിയണം. എത്ര കുട്ടികൾക്ക് കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ അപ്പുറത്തുള്ള പഠിക്കുന്ന കുട്ടികളെ കണ്ടാൽ എനിക്കും പഠിക്കണം എന്നൊരു തോന്നൽ വരും. മിക്കവാറും വരുന്നുണ്ടെങ്കിൽ ഞാൻ ആ വഴിക്കേ ഇല്ല എന്നുള്ള തോന്നലായിരിക്കും. ഇനി അങ്ങനെ അല്ലെങ്കിൽ എനിക്കും പഠിക്കണം, എന്തിന്, അവളൊക്കെ പഠിക്കുന്നതിന് കാരണം വീട്ടിൽ മുഴുവനും ഞാനാ കേട്ടോണ്ടിരിക്കണേ, അതുകൊണ്ട് ഞാൻ കാണിച്ചു കൊടുക്കാൻ ഞാൻ പഠിച്ചിരിക്കും. ഈ വാശിയൊക്കെ കാരണം എന്നതിനപ്പുറത്തേക്ക് നമ്മൾ പഠിക്കുന്നു എന്നതുകൊണ്ട്, നമ്മൾ അറിയുന്നു എന്നതുകൊണ്ട് മറ്റുള്ളവർക്കും അറിയാനുള്ള ആകാംക്ഷ എന്നതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ ഈ പ്രവാചക വഴികളൊക്കെ പഠിക്കുമ്പം പലപ്പോഴും പ്രവാചകർ ദൈവത്തെയാണ് പരിചയപ്പെടുത്തിയത്. പ്രവാചകർ സ്ട്രെയിറ്റ് ഫോർവേഡ് ദൈവത്തെ പറയുന്നതിനപ്പുറത്തേക്ക് പ്രവാചകരുടെ ശൈലികൾ കാണുമ്പോൾ മറ്റുള്ളവർക്ക് പ്രവാചകർ അറിയാനുള്ള വല്ലാത്തൊരു കൊതിയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു ടീച്ചർ ചെയ്യേണ്ടത് ബയോളജി ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3 പറഞ്ഞതിനപ്പുറത്തേക്ക് ടീച്ചർ അറിഞ്ഞ ബയോളജി എനിക്കറിയണം എന്നതാകുമ്പോൾ നമ്മൾ ടീച്ചറുടെ മനസ്സ് എങ്ങനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറ്റുമോ, അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുമോ, അതിനാണ് നമ്മൾ മാക്സിമം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള. എന്നാൽ നമ്മളെ ശൈലിയിൽ പലപ്പോഴും കുട്ടികൾ നോക്കുന്നത് ടീച്ചറുടെ മനസ്സിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇന്ന് മിസ് ലീവായാൽ മതിയായിരുന്നു, ഇന്ന് ടീച്ചറിന് മീറ്റിംഗ് ഉണ്ടായാൽ മതിയായിരുന്നു, ഇന്ന് ക്ലസ്റ്റർ മീറ്റിംഗ് ഉണ്ടായാൽ മതിയായിരുന്നു, ഇതാണ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അതിനപ്പുറത്തേക്ക് ടീച്ചർ അറിഞ്ഞത് എനിക്കറിയാൻ, ടീച്ചറുടെ മനോഭാവവുമായിട്ട് ഞാൻ ഒന്നാവണം. അങ്ങനെ സംഭവിക്കുമ്പം ടീച്ചർ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പോലും ടീച്ചറിന് നമുക്ക് പകർന്നെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ളൊരു അന്വേഷണത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകണമെങ്കിൽ ചില സമയത്ത് എക്സാം ഹാളിലൊക്കെ ഇരിക്കുമ്പം നമ്മൾ പഠിക്കാത്ത കാര്യം പോലും എവിടുന്നോ ഇങ്ങനെ ഒഴുകി വരുന്നത് പോലെ തോന്നും. അല്ലെങ്കിൽ നമുക്കൊരു ഇൻറ്റ്യൂഷൻ വരും. ആ ഇൻറ്റ്യൂഷനിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒന്ന് ഇറങ്ങി നോക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻറ്റ്യൂഷൻ ബേസിൽ നമ്മൾ എന്തൊക്കെ എഴുതി നോക്കായിരിക്കും, സംഭവം മൊയിൽ ചത്തിട്ടുണ്ടായിരിക്കും. ഇതെങ്ങനെയാണ് സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ അറിവിനെ സമീപിക്കുന്ന രീതി ഇത്തരത്തിലായി മാറുമ്പോൾ, അറിയുക എന്നതായിട്ട് മാറുമ്പം നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, അതിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഈ ട്യൂഷനൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ ഞാനൊരു ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തിരുന്നു. അപ്പം ഇംഗ്ലീഷാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ ഫീസ് അടിച്ചു, ഞാൻ തിരക്കിലായതുകൊണ്ട് എക്സാം എഴുതാൻ പോയില്ല. സെക്കൻഡ് ഇയർ ഫീസ് അടിച്ചു, തിരക്കിലായതുകൊണ്ട് എക്സാം എഴുതാൻ പോയില്ല. തേർഡ് ഇയറും ഫീസ് അടിച്ചു, തിരക്കിലായതുകൊണ്ട് എഴുതിയേ പറ്റും. 3 വർഷമായല്ലോ. അപ്പോൾ 3 വർഷത്തെ എക്സാം ഏകദേശം 15 സബ്ജക്റ്റുകളുണ്ട്. മൊത്തത്തിൽ 10 ദിവസം കൊണ്ടാണ് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോണത്. അപ്പം രാവിലെ 8:30 വരെ ട്യൂഷൻ എടുക്കും, അത് കഴിഞ്ഞിട്ട് നേരെ എക്സാമിന് പോകും. രാവിലെ ഉച്ചക്കും എക്സാം, അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വരും, വൈകുന്നേരം ട്യൂഷന്, രാത്രി ട്യൂഷൻ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പഠിക്കണം. അപ്പോൾ ബുക്കൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്താണ് എൻ്റെ ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ 10 ദിവസം ഞാൻ പുസ്തകം നോക്കുകയുള്ളൂ, എന്നിട്ട് ഞാൻ നോക്കും. പിന്നെ ഇംഗ്ലീഷ് ആയതുകൊണ്ട് അത്ര പ്രശ്നമില്ല, എല്ലാ സബ്ജക്റ്റിലും അങ്ങനെ വർക്കൗട്ട് ആവാറില്ല, നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിരിക്കും. ഞാനിങ്ങനെ പോയി നോക്കുമ്പോൾ ചില ടോപ്പിക്കോ ചാപ്റ്ററൊന്നും എനിക്ക് അറിയ പോലും ഇല്ല. പക്ഷേ
ഒരു സംഭവമുണ്ട് നമുക്ക്, അതായത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്ത് കിടക്കണമെന്നൊരു ബോധം വരുമ്പോൾ സംഭവം ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഇൻറ്റ്യൂഷൻ പോലെ ഇങ്ങനെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സബ്ജക്റ്റും മറ്റുള്ളതൊക്കെ സംഭവം ഇങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ എഴുതി പോകുമ്പോൾ എന്തോ ഒരു അത്ഭുതം സംഭവിക്കും. അങ്ങനെ റിസൾട്ട് വരുന്ന ദിവസം ഞാൻ എൻ്റെ സെൻറ്ററിൽ വിളിച്ച് അവിടെയാണ് ഈ റിസൾട്ട് ചോദിക്കണത്. അപ്പോൾ അവർ പറഞ്ഞു 3 എക്സാം ഒരുമിച്ചാണ് എഴുതിയെന്ന് പറഞ്ഞു. അവനെ 3 എക്സാം ഒരുമിച്ച് എഴുതി. ആ മെഡിക്കൽ മിറാക്കിൾ പോലെ വണ്ടർഫുൾ, ആദ്യമായിട്ടാണ് 15 എക്സാം ഒറ്റയടിക്ക് എഴുതിയിട്ട് ഒറ്റ സ്ട്രെച്ചിൽ പാസ്സാവണത് പറഞ്ഞത്. അപ്പോൾ ദാറ്റ് വാസ് റിയലി അമേസിങ്. അവിടെ നിന്നാണ് എനിക്ക് എൻ്റെ ഒരു രസം കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇത്രേ ഉള്ളൂ പരിപാടി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സബ്ജക്റ്റിന് സ്പെസിഫിക് ആയിട്ട് വെച്ച് അത് പഠിച്ച് തീർക്കണം എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടഫാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് എല്ലാ സബ്ജക്റ്റും കണക്ട് ചെയ്യുന്ന എന്തോ ഒരു കാര്യം നമ്മൾ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഏത് സബ്ജക്റ്റ് എന്നാലും ഇനിയും പോരട്ടെ ഇനിയും പോരട്ടെ ഇനിയും പോരട്ടെ എന്നായിരിക്കും. ഞാൻ ബേസിക്കലി സയൻസ് ആയിരുന്നു +1 +2 പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ട്യൂഷനിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ മെൻറ്റർ ഖദീജ, ആൾ ഹ്യൂമാനിറ്റീസ് ആയിട്ടാണ് എടുത്തതിൻ്റെ ഓർമ്മ, ഹ്യൂമാനിറ്റീസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ആൾക്ക് +2 ഒരു എക്സാം വരുന്ന സമയത്ത് അന്ന് അങ്ങനെ ട്യൂഷൻസ് ഒന്നുമില്ല ഹ്യൂമാനിറ്റീസിന്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞു ഇങ്ങനെ എക്സാം ഒക്കെ ആണൊന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ പുസ്തകം ഏറ്റുവാ, ഞാൻ ആദ്യമായിട്ടാണ് സോഷ്യോളജി കാണുന്നത്, ആദ്യമായിട്ടാണ് ഹ്യൂമാനിറ്റീസിലെ ടോപ്പിക് കാണുന്നത്. ഞാൻ അങ്ങനെ തുറന്നിട്ട് നമ്മളൊരു സാധനം അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര രസം. ഞാൻ പറയും ഹ്യൂമാനിറ്റീസ് ഇത്ര ടേസ്റ്റി ആയിരുന്നു, എല്ലാ സബ്ജക്റ്റും ഞാൻ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ ഇതിൻ്റെ മുന്നേ അത് നോക്കിയിട്ടേ ഇല്ല. ഹൗ ദിസ് ഹാപ്പൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാം ഒന്നിൽ നിന്നുമാണ്, എല്ലാം ഒന്നിലേക്കാണ്. ഇതിൻ്റെ ഒരു ഇക്വേഷനിലാണ് നമ്മൾ ഈ ജീവിക്കേണ്ടതെങ്കിൽ ഒരു കാര്യം നമ്മൾ മുന്നിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ടഫായിട്ടാണ് നിൽക്കുന്നതും കൂടി നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം ഒന്നെന്നാണ്, എല്ലാം ഒന്നിലേക്കാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എവിടുന്നോ ഒരു കോള് പോലെ ഒരു കണക്ഷൻ പോലെ അത് നമ്മളിങ്ങനെ നയിച്ച് കൊണ്ടുപോകുന്നില്ല. റൂമി പറയണ്ടല്ലോ വാട്ട് യു സീക്കിങ് യു, നമ്മൾ എന്തിനെ തേടുന്നോ അത് നമ്മളെയും തേടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുമ്പം നമ്മൾക്ക് മുന്നിൽ ഏറ്റവും ടഫായിട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ടഫായിട്ട് നിൽക്കുന്നതിനപ്പുറത്തേക്ക് നമ്മൾ അതിൻ്റെ അകത്ത് എന്താണ് കാര്യമായിട്ട് എടുക്കുന്നത്, എന്തിനെയാണ് അന്വേഷിക്കുന്നത് എന്ന് നമ്മൾ പ്രൊക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ, ഉള്ളിൽ നിന്ന് അങ്ങ് തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്കായിട്ട് ആ അറിവ് ചിലപ്പോൾ ഇങ്ങനെ വശപ്പെടുത്തി കിട്ടും. നമുക്കായിട്ട് ഇങ്ങനെ അത് പരുവപ്പെട്ട് വരും, നമുക്കായിട്ട് അതിങ്ങനെ ഒതുങ്ങി തരുന്നില്ലാണ്. കാരണം അറിവിനും വൈബ്രേഷൻ ഉണ്ട്, അറിവിനും കോൺഷ്യസ്നെസ് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ആൾക്കാരുടെ അറിവിൻ്റെ നിലവാരം എന്ന് പറയുന്നത് അവർ ആ അറിവിനെ സമീപിക്കുന്ന, ആ അറിവിനെ അന്വേഷിക്കുന്നത് ഏത് നിലവാരത്തിലാണോ ആ നിലവാരത്തിലാണ് ആ അറിവ് അവർക്ക് കീഴ്പ്പെടുക എന്നുള്ളതാണ്. അപ്പം ഈ ആത്മജ്ഞാനികളുടെ ഒരു ഭാഷയുണ്ട്. അവർ പറയാറില്ല, വേദത്തെ പറ്റി പറയാറ്, വേദത്തിലേക്ക് നിങ്ങൾ കേവലം കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറേ എക്സ്പ്ലനേഷൻസും കുറേ ഇൻസ്ട്രക്ഷൻസും മാത്രമേ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ അതിൽ നിന്നും മാറിയിട്ട് നിങ്ങൾ വേദത്തെ സ്നേഹത്തിലായിക്കൊണ്ട്, സ്നേഹമായ ദൈവത്തെ അന്വേഷിക്കുന്നവനായിക്കൊണ്ട് നീ വേദത്തിലേക്കൊന്ന് പരിധി നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നും മുഴുവൻ നിനക്ക് സ്നേഹം കിട്ടിക്കൊണ്ടിരിക്കുക. പ്രകാശമാണ് വേദം, അല്ലെങ്കിൽ ലോകം മൊത്തം പ്രകാശമായ ദൈവത്തിൻ്റെ പ്രകാശത്തിൽ നിന്നുമാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തു നിന്ന് നിങ്ങളിലേക്ക് പ്രകാശമാണ് നിർഗളിച്ചുകൊണ്ടിരിക്കുക. ഇതുകൂടി ചേർത്തിട്ട് വേണം ആക്ഷൻസ് ആർ ജഡ്ജ്ഡ് അക്കോർഡിംഗ് ടു ദ ഇൻറ്റൻഷൻ, ഇന്നമൽ ആമാലു ബിന്നിയ എന്ന് പറഞ്ഞ ആ കോട്ടൊക്കെ നമ്മൾ ശരിക്കും കീറി മുറിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ചെറിയൊരു ഷിഫ്റ്റ് നമ്മുടെ ശൈലിയിൽ വരുത്തി കഴിഞ്ഞാൽ, ആന്തരിക ശൈലിയിൽ നമ്മൾ വരുത്തി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും എന്നുള്ളതാണ് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ പഠനം നമുക്ക് ഒരിക്കലും നിലച്ചു പോകാത്ത, നിർത്താത്തൊരു പ്രൊസീജിയേഴ്സ് ആയിരിക്കണം. പഠനത്തിന് പ്രായമില്ല, ജീവിതകാലം മുഴുവൻ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള പഠിക്കുക എന്നുള്ളത് തന്നെ. പക്ഷേ ജീവിതകാലം മുഴുവൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുറേ ഡിഗ്രികൾ ഇങ്ങനെ തീർത്ത് അടുത്ത സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇതിങ്ങനെ കഷ്ണമായിട്ട് വെക്കുന്ന ഒരു പ്രൊസീജിയർ ആവരുത്. നിങ്ങൾക്ക് കഷ്ണമായി കിട്ടിയതിനൊക്കെ കൂട്ടി യോജിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്ന അറിവുകൾ നിങ്ങൾ തേടിപ്പോകുക എന്നുള്ളതാണ്. എല്ലാത്തിനെയും അങ്ങനെ സ്വീകരിക്കണം, ഹോളിസ്റ്റിക് ആക്കുന്ന, കണക്റ്റഡ് ആക്കുന്ന. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് ലാംഗ്വേജ്, ഏത് സബ്ജക്റ്റ് എടുത്താലും കണക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തലം. ഇങ്ങനെ കണക്ട് ചെയ്താലുള്ള ഒരു രസം എന്താ അറിയോ, നമ്മൾക്ക് ഏത് ഭാഷയായിക്കോട്ടെ ഈ ഹൃദയത്തിൻ്റെ ഭാഷ എന്ന് പറഞ്ഞൊരു ഭാഷ ഉണ്ടല്ലോ, അതിലേക്ക് എത്തിക്കലാണ് അതിൻ്റെ ഉദ്ദേശം. ആൽക്കെമിസ്റ്റിൽ സാർവലൗകികമായ യൂണിവേഴ്സൽ ലാംഗ്വേജിനെ പറ്റി പറയുന്നുണ്ട്. അതിന് ഭാവമേ ഉള്ളൂ, അതിന് പ്രകാശമേ ഉള്ളൂ, അതിന് ഭാവമേ ഉള്ളൂ. അപ്പോൾ ആ ഭാവവുമായിട്ട് നമ്മളിങ്ങനെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാത്ത ലാംഗ്വേജ് പോലും എവിടെയൊക്കെ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ടഫായിട്ടുള്ള ലാംഗ്വേജുകൾ പലപ്പോഴും നമ്മൾ ഈ പുസ്തകത്തിലൂടെയും ചിലപ്പോൾ ട്രെയിനിങ്ങിലൂടെയും പഠിക്കാൻ നോക്കി പറ്റാതെ ആ ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ പോയാൽ നമ്മൾ പഠിക്കുന്നത്? അവിടെ നമ്മൾ ലാംഗ്വേജിലേക്ക് നോക്കുന്നതിനേക്കാളും കൂടുതൽ ബോഡി ലാംഗ്വേജിലേക്കാണ് നോക്കുക അല്ലേ. ഒരാളിങ്ങനെ ഏതോ ലാംഗ്വേജ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമുക്കറിയില്ല ആ ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ എന്താ നോക്കുക, ആ ലാംഗ്വേജ് നോക്കാതെ ഈ ലാംഗ്വേജിലൂടെ ഇയാൾ എന്താ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വിഷ്ണു
ചുഷ്ണി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതെന്താ സാധനം, നമ്മൾ ആ ചുഷ്ണി എന്ന് പറയുമ്പോൾ ഇത് എന്താണെന്ന് ചുഷ്ണി അതെന്താ സാധനം എന്നായിരിക്കും. പക്ഷേ ചുഷ്ണി എന്ന് പറയുമ്പോൾ ചെറുതോ വലുതോ എന്നാണോ, ഓക്കെ ഗോട്ട് ഇറ്റ്. അപ്പോൾ ഇതാണ് അത് മീൻ ചെയ്യണത്. അപ്പോൾ അവരുടെ ഭാവം വായിക്കുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യും നാച്ചുറലി. ഇപ്പോൾ ഇതുപോലെ തന്നെ കുട്ടികൾ എങ്ങനെയാണ് സ്കൂളിൽ പോകാതെ തന്നെ ലാംഗ്വേജ് പഠിച്ചെടുത്തത്? കുട്ടികൾ നമ്മുടെ ഭാവമാണ് വായിച്ചെടുത്തത് അല്ലേ? ആ ഭാവത്തിനോടൊപ്പം വരുന്ന ശബ്ദത്തെ അവരെന്ത് ചെയ്തു, ഭാവം ഒപ്പിയെടുത്തിട്ട് അതിലേക്ക് ആ ശബ്ദം ഒട്ടിച്ചു വെച്ചു. ഇതാണ്. അപ്പോൾ എല്ലാത്തിനും ഒരു ഭാവമുണ്ട്, എല്ലാത്തിനും ഒരു വൈബ്രേഷൻ ഉണ്ട്, എല്ലാത്തിനും ഒരു എനർജി ഉണ്ട്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ഓഫ് എനർജിയിലൂടെ, ലാംഗ്വേജ് ഓഫ് ഇമോഷനിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പം നമുക്കറിയാത്ത ലാംഗ്വേജ് പോലും നമുക്ക് സ്വായത്തമാക്കിയെടുക്കാൻ പറ്റും. ഇതൊരു ലാംഗ്വേജിൻ്റെ രീതിയിൽ മാത്രമുള്ള ആപ്ലിക്കേഷൻ അല്ല കേട്ടോ. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിലേക്ക് വരാം ഇംഗ്ലീഷ്, അറബി, ഹിന്ദി, ഉറുദു, തുളു ഇങ്ങനത്തെ ഐറ്റംസ് ആയിരിക്കും. അതുമാത്രമല്ല, ബയോളജി ഒരു ലാംഗ്വേജ് ആണെന്ന് മനസ്സിലാക്കണം നിങ്ങൾ. ഈ പ്രപഞ്ചത്തെ അറിയാനുള്ള ജൈവശാസ്ത്രപരമായിട്ടുള്ളൊരു ഭാഷയാണിത്. അപ്പോൾ ചിലർ ബയോളജി ലാംഗ്വേജിലൂടെയാണ് ഈ ലോകത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ലോകത്തെ അറിയുക എന്നതിലേക്ക് ബയോളജിയാണ് അവരുടെ ലാംഗ്വേജ്. അപ്പോൾ ചില ആൾക്കാർക്ക് ബയോളജിനോട് ഭയങ്കര അട്രാക്ഷൻ വരുന്നത് അവരുടെ ഇൻ്റലിജൻസ് പ്രകാരം അവരിൽ ഇന്നേറ്റ് ആയിട്ട് കിടക്കുന്നത് ഈ പ്രപഞ്ചവുമായിട്ട് കണക്ട് ചെയ്യാൻ ബയോളജിയുടെ ലാംഗ്വേജാണ്. അത് വെച്ചിട്ട് അവർ പ്രപഞ്ചത്തെ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. ഇത് കേവലം ബയോളജിയുടെ സങ്കീർണമായ ശാസ്ത്രത്തിനപ്പുറത്തേക്ക് ആ ശാസ്ത്രത്തിനോട്, ആ ശാസ്ത്രതലത്തിനോട് നമുക്ക് താല്പര്യം തോന്നുന്നതിലൂടെ ആ ലാംഗ്വേജിലൂടെയാണ് ദൈവത്തെ അറിയിച്ചു തരാൻ ശ്രമിക്കണതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന ബയോളജിയേക്കാളും കൂടുതൽ നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതേപോലെ തന്നെ ഫിസിക്സും മറ്റൊരു ലാംഗ്വേജാണ്, മാത്തമാറ്റിക്സും മറ്റൊരു ലാംഗ്വേജാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അക്കങ്ങളിലൂടെയാണ്, അക്കങ്ങളുടെ ഭാഷയോടാണ് കൂടുതൽ കണക്ഷൻ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനാ നമുക്ക് അക്കങ്ങൾ എന്ന് ചോദിച്ചാൽ അറിയാനും അറിയിക്കാനാണ്. അപ്പം മോളെ എത്ര ആപ്പിൾ വേണമെന്ന് വയ്ക്കുമ്പം ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 എന്ന് പറയുമ്പം നമ്മൾ അറിയിച്ചു കൊടുക്കുകയാണ്. ഇതാണോ ഇതെന്ന് പറഞ്ഞാൽ 1 ഒരു ആപ്പിൾ എടുക്കുക എന്നുള്ളതാണ്, ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുക്കുക എന്നുള്ളതാണ്, ഇതെന്ന് പറഞ്ഞാൽ 3 എടുക്കുക എന്നുള്ളത്. ദിസ് ഈസ് എ കണക്റ്റിംഗ് ലിങ്ക് ആക്ച്വലി. അപ്പോൾ ചിലർക്ക് അക്കങ്ങളുടെ ഭാഷയോടായിരിക്കും കൂടുതൽ കണക്ഷൻ, അവർ അതിലൂടെ ആയിരിക്കും. എന്നാൽ ദൈവം അവർക്ക് അറിയലിൻ്റെ വഴി പറഞ്ഞു കൊടുക്കണം എന്നല്ല. അപ്പോൾ കേവലം മാത്സിൻ്റെ ഉള്ളിൽ ഒതുങ്ങാതെ മാത്സിൻ്റെ ഭാവം പിടിച്ചാൽ, ബയോളജിയുടെ ഭാവം എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഒരു മാത്തമാറ്റീഷ്യനും ഒരു ആർട്ടിസ്റ്റും ഒരു ബയോളജിസ്റ്റും ഒരു ലിംഗ്വിസ്റ്റിക് എക്സ്പെർട്ടൊക്കെ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ ഇവരുടെ ഭാഷകൾ വ്യത്യസ്തമായിരിക്കും, പക്ഷെ ഇവരുടെ ഭാവങ്ങളൊക്കെ സെയിം ആവണെ കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ വ്യത്യസ്തമായ ബിസിനസ്സുകളിൽ വിജയിച്ച ആൾക്കാരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പം അവരുടെ കമോഡിറ്റിയും അവരുടെ പ്രോഡക്റ്റും ഡിഫറെൻ്റ് ആയിരിക്കും, അതിൻ്റെ മാനുഫാക്ചറിങ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ അവരെങ്ങനെ അവിടെ എത്തിയെന്ന് ചോദിച്ചിട്ട് അവരുടെ എക്സ്പീരിയൻസ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം എല്ലാവരുടെ എക്സ്പീരിയൻസും സിമിലർ ആയിരിക്കും. അതാണ് അതിനൊരു സിമിലാരിറ്റി, ദാറ്റ്സ് എ യുണൈറ്റിംഗ് പോയിന്റ്. ആ ഒരു ഭാവതലത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് മനസ്സിനപ്പുറത്തേക്കുള്ള അവസ്ഥയിൽ നമ്മൾ നിന്നുകൊണ്ട് അന്വേഷിക്കുക. ഈ അവസ്ഥയാണ് നമുക്ക് വേണ്ടത്. ഞാൻ പലപ്പോഴും ഹാലിനെ പറ്റി പറയാറുണ്ട്, ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതാ നമുക്ക് കിട്ടേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അത് കിട്ടാതെ, അതാണ് ഇതിൻ്റെ പിറകിൽ നടക്കണമെന്ന് മനസ്സിലാക്കാതെ നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ പരിധിയാൽ എക്സാക്ട്ലി നമ്മളെ ഇംഗ്ലീഷുകാരൻ്റെ അവസ്ഥയായിരിക്കും. ആൽക്കെമിസ്റ്റിലെ ഇംഗ്ലീഷുകാരന് ആൽക്കെമിയുടെ രഹസ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പുസ്തകങ്ങളിലൂടെ പോയി, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിലൂടെ പോയി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിലൂടെ പോകുമ്പോഴും അത് കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു? അവർ അക്ഷരങ്ങളിലൂടെയും ഭാഷയിലൂടെയും വിഷയത്തിലൂടെയും മാത്രം, സബ്ജക്റ്റിലൂടെയും മാത്രമാണ് എന്ത് ചെയ്തത്, പോയതെന്നുള്ള. ഇതെല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ അതൊരു ഭാവത്തിലേക്ക് നയിക്കുന്നുണ്ടായിരിക്കും. അത് ഹൃദയം കൊണ്ട് അറിയേണ്ടതാണ്, അത് ഹൃദയം കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ എല്ലാം കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. എനിക്ക് ചില കാര്യങ്ങൾ നമ്മൾ സിമ്പിളായിട്ട് ആദ്യം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റോറി ആയിട്ടൊക്കെ ആദ്യം മനസ്സിലാക്കും. പിന്നെ കുറേ കഴിയുമ്പോഴായിരിക്കും ആ സ്റ്റോറിയുടെ പൊരുൾ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം തന്നെ മുന്നേ കേട്ട പല കഥകളുടെയും പൊരുളുകൾ ചിലപ്പോൾ നമുക്ക് ഇപ്പം കൂടുതൽ വിശാലതയിൽ മനസ്സിലാക്കേണ്ടായിരിക്കും. ഓ, ആ കഥക്ക് ഇങ്ങനെ കൂടി ഒരു തലം ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ കഥ ആക്ച്വലി ഈ പൊരുളിലേക്ക് എത്താനാണ് നമ്മളിൽ വന്നത്. പക്ഷേ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ ആ കഥ മാത്രമായിട്ട് നിൽക്കായിരിക്കും. അവരിപ്പോഴും കഥ എന്ന ഭാഷയിൽ മാത്രമാണ് അവരതിനെ വായിച്ചിരിക്കുന്നത്. കഥ ഒരു ഭാഷയാണ്, അങ്ങനെ മാത്രമാണ് വായിച്ചിരിക്കുന്നത്. പൊരുളിലേക്ക് കൊണ്ടുപോകുന്ന, ആധ്യാത്മിക പൊരുളിലേക്ക് കൊണ്ടുപോകുന്ന തലത്തിലേക്ക് ആ കഥ ഇപ്പോഴും പലർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഇതുപോലെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവമാണ്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നൊരു സ്റ്റോറി ഉണ്ടായിരുന്നു, ഒരു ഇംഗ്ലീഷ് പുസ്തകത്തിലൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. അതിൽ 2 പേര് ബെറ്റ് വെക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഒരു അഭിഭാഷകനും അതുപോലെ തന്നെ വേറൊരാളും, 2 പേര് തമ്മിലൊരു ബെറ്റ് നടത്തും. ഒരു ബിസിനസ്സുകാരനാണ് എൻ്റെ ഓർമ്മ. അപ്പം അതിലെ അതിലെ മെയിൻ കണ്ടന്റ്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ ഇവർ തമ്മിൽ ബെറ്റ് വെക്കുന്നത് ഇങ്ങനെയാണ്. ഒരാൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ക്രൂരമായ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒരാളെ തൂക്കിക്കൊല്ലുന്നതാണ്,
ജീവൻ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത ആൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത് ജീവൻ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതോടുകൂടി തീർന്നു. പക്ഷെ അതിനേക്കാളും വലിയ പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ജീവപര്യന്തം തടവിനിടുന്നതാണ്. മറ്റേത് അതോടുകൂടി പണിഷ്മെൻറ്റ് തീർന്നു, ഒറ്റ വേദന അനുഭവിച്ചാൽ അത് മരിക്കുമ്പോൾ. പക്ഷേ ഇത് ജീവിതകാലം മുഴുവൻ മരിക്കാതെ വീട്ടുതടങ്കലിൽ ഇടുന്ന ഒരു തടങ്കലിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ, ജീവിതകാലം മുഴുവൻ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ പണിഷ്മെൻറ്റാണ്. ഇവർ തമ്മിൽ ഭയങ്കര തർക്കത്തിലായി. അപ്പോൾ ഈ തർക്കം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടപ്പോൾ രണ്ടുപേരിൽ ഒരാൾ ബെറ്റ് വെച്ചു. അപ്പോൾ ബെറ്റ് വെച്ചത് ഇങ്ങനെയാണ്, അങ്ങനെയാണെങ്കിൽ നീ പറയുന്നത് മരണമാണ് ഏറ്റവും വലിയ പണിഷ്മെൻറ്റ് എന്നാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഈ വീട്ടുതടങ്കലിൽ അല്ലെങ്കിൽ തടങ്കലിൽ നിൽക്കാന്ന് പറയുന്നത് വലിയ പണിഷ്മെൻ്റ് അല്ലേ, നീ അതൊന്ന് പ്രൂവ് ചെയ്ത് കാണിക്കൂ, നീ അങ്ങനെ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇത്ര ലക്ഷം രൂപ നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ട് അവർ ബെറ്റ് വെച്ചു. അപ്പോൾ ഇങ്ങനെ ബെറ്റ് ഏറ്റെടുത്തു. എന്നിട്ട് പറഞ്ഞു ഓക്കെ ഞാൻ 15 വർഷം എങ്ങനെ എൻ്റെ ഓർമ്മ, 15 വർഷം ഞാൻ എന്ത് ചെയ്യും, ഒരാളെയും കാണാതെ ഒരു മുറിക്കുള്ളിലിരിക്കാം, അങ്ങനെ ഇരുന്ന് ഞാൻ പ്രൂവ് ചെയ്ത് തന്നാൽ എനിക്ക് ഇത്ര ലക്ഷം രൂപ തരുമോ? ഇവർ പറഞ്ഞു ഓക്കെ തരാം എന്ന് പറഞ്ഞ് ബെറ്റ് അവിടെ ഡീലായി, സൈൻ ചെയ്തു. ഇങ്ങനെ പിടിച്ചിട്ട് ഒരു വീട്ടു തടങ്കലിൽ കൊണ്ടിട്ട് ഇവർ വെച്ച എഗ്രിമെൻ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ പോയിട്ട് നിൽക്കുന്നു, വീട്ടു തടങ്കലിലാക്കുന്നു. കണ്ടീഷൻസ് ഇത്രയേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ വേണ്ട ഭക്ഷണമൊക്കെ സമയത്തിന് ആരും കാണാതെ, ഒരാളെ കാണാൻ പറ്റില്ല പക്ഷേ റൂമിലേക്ക് എത്തിച്ചു കൊടുക്കും, ഒരാളോട് സംസാരിക്കാനും പാടില്ല, ഒന്നുമില്ല, 15 വർഷത്തേക്ക് ഒരാളെ കാണാൻ പാടില്ല, ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിലാകുന്നു, ഡെയിലി ആൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു. ഈ റൂമിൽ ബെറ്റ് ഏറ്റെടുത്ത ആൾ, ചലഞ്ച് ഏറ്റെടുത്ത ആൾ ആദ്യത്തെ 3-4 ദിവസമൊക്കെ കുഴപ്പമില്ലാണ്ടിരുന്നു. പക്ഷെ ഒരു 10-12 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാളോട് മിണ്ടാനും പറ്റുന്നില്ല, ഒരാളും കിട്ടില്ല. ഇയാൾ അലറി കരയാനും അലറി വിളിക്കാനൊക്കെ തുടങ്ങി. പക്ഷെ കണ്ടീഷനുണ്ട്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ റൂം തുറന്നിട്ട് പോവാം, പുറത്തിറക്കി കഴിഞ്ഞാൽ ബെറ്റ് ക്യാൻസലാവും. ഇതാണ്. പക്ഷെ ഇയാൾക്ക് പ്രൂവ് ചെയ്യുന്നതുകൊണ്ട് ഇയാൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് കുറച്ച് ദിവസങ്ങൾ ഒരു മനുഷ്യനെയും സംസാരിക്കാൻ കിട്ടുന്നില്ല, ആകെ ഭ്രാന്തെടുത്ത അവസ്ഥയിലാവുന്നു. പക്ഷെ ഇയാൾക്ക് വേണ്ട സംഭവങ്ങൾ, ഇപ്പോൾ പിയാനോ വായിക്കണമെങ്കിൽ കീബോർഡ് അവിടെ ഉണ്ട്, അതുപോലെ തന്നെ പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ഇയാൾക്ക് ആദ്യം അതിനൊന്നും പറ്റില്ല. പിന്നെ ഇയാൾക്ക് എങ്ങനെയെങ്കിലും സമയം കളയണമല്ലോ, സമയം മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ കരുതിയിട്ട് തോന്നിയ പോലെയൊക്കെ പിയാനോ കീബോർഡ് പ്ലേ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ നോക്കി, അങ്ങനെ വളരെ അപശ്രുതിയോട് കൂടിയുള്ള ശബ്ദങ്ങളൊക്കെ പുറത്തു വരാൻ തുടങ്ങി. ഒരു 4-5 മാസങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഇയാൾ മെല്ലെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്, അതുമായിട്ട് പൊരുത്തപ്പെട്ട് വരുന്നതാണ്. പിന്നെ ഇയാൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവല്ലോ, നമ്മളൊരു കാര്യം മനസ്സിൽ ഉറപ്പിച്ച് അതിലേക്ക് എത്തിക്കാൻ മനസ്സ് ഏത് വഴിയും കണ്ടെത്തിയിട്ട് നമ്മൾ അതിലേക്ക് കംഫർട്ട് ആക്കി തരും. മൈൻഡിന് അങ്ങനെ ഒരു കേപ്പബിലിറ്റി ഉണ്ട്. ഇയാൾ പിന്നെ ഫോക്കസ് ചെയ്തത് പുസ്തകങ്ങളിലേക്കാണ്. ഇയാൾ അവിടെ കിട്ടിയൊരു പുസ്തകം, ചിലർ പറഞ്ഞിട്ടില്ലേ ആരുമില്ലാത്ത സമയത്ത് പുസ്തകങ്ങളായിരുന്നു എൻ്റെ കൂട്ട്. ഇത് പുസ്തകങ്ങൾ കൂട്ടാവണമെങ്കിൽ ആരും ഇല്ലാണ്ടിരിക്കുക തന്നെ വേണം. അപ്പോഴൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ അറിവ് നമ്മളെങ്ങനെ കൊണ്ടുപോകും, പുതിയൊരു ലോകത്തേക്ക് കൊണ്ടുപോകും. എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കും, ഒരു പുതിയ തോട്ടിലേക്ക് നമ്മളത് ഇങ്ങനെ കൊണ്ടുപോകും കൺസിസ്റ്റൻ്റ് ആയിട്ട്. നമുക്ക് എഫേർട്ട് കുറവാണ്, കാരണം ഓൾറെഡി അവിടെ വിസിറ്റ് ഉണ്ട്. നമ്മളത് ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം ഇങ്ങനെ സഞ്ചരിച്ചാൽ മതി. നമ്മൾ സ്വയം ചിന്തിച്ച് സെറ്റാക്കി എടുക്കല മെഡിറ്റേഷൻ. ഞാൻ തന്നെ ചിന്തിച്ച് ഞാൻ തന്നെ എന്നെ കാമാക്കിയിട്ട് കുറച്ച് സമയം അടക്കി ഇരുത്തിട്ട് അറിയുമ്പോൾ അത് ഞാൻ പരിശ്രമിക്കുന്ന മെഡിറ്റേഷനാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് പുസ്തകങ്ങളിൽ അറിവ് നിറഞ്ഞിക്കും, ഒരാളാക്കി വെച്ചതിൻ്റെ പിറകെ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്, ആ ഗ്രന്ഥകാരൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുക. അപ്പോൾ അദ്ദേഹം നമ്മളെ ഒരു ലോകത്തേക്ക് ഇങ്ങനെ കൈപ്പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഫീലിംഗ് ആയിരിക്കും. ഇയാൾ വായിച്ചു തുടങ്ങിയപ്പോഴേക്ക് ഇയാൾക്ക് ഇഷ്ടമുള്ളതും പുസ്തകങ്ങൾ ഇങ്ങനെ എഴുതി കൊടുക്കും, അതിങ്ങനെ എത്തിച്ചു കൊടുക്കും, പുസ്തകം എത്ര എത്തിച്ചു കൊടുക്കും. പിന്നെ ഒരു പുസ്തകം കൊടുത്താൽ 15-20 ദിവസം കൊണ്ട് വായിച്ചു തീർക്കുന്നതും, പിന്നെ ഒരാഴ്ചക്കുള്ളിൽ ഒരു പുസ്തകം തീരുന്നു, പിന്നെ ഒരു ദിവസം കൊണ്ടൊക്കെ പുസ്തകങ്ങൾ തീരാൻ തുടങ്ങി. പിന്നെ ഇയാൾ ഒരു സമയത്ത് 4-5 പുസ്തകങ്ങൾ എഴുതി കൊടുക്കുന്നു എന്നുള്ളത്. പിന്നെ ഇയാൾക്ക് പുസ്തകം അറിയൂല. അപ്പോൾ അയാളുടെ ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ പുസ്തകം കൊണ്ടുവരുമ്പോൾ അട്ടിക്കണക്കിന് പുസ്തകങ്ങൾ അയാൾക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്ത മേഖലക്കായിട്ട് ബന്ധപ്പെട്ടൊക്കെ വന്നു. ഭാഷ പഠിക്കുന്ന പുസ്തകങ്ങൾ, വ്യത്യസ്തമായ ഐഡിയോളജീസ് ഉള്ള പുസ്തകങ്ങൾ. ഇയാളിതൊക്കെ അറിഞ്ഞു വന്നപ്പോഴേക്ക് ഇയാൾക്ക് ജ്ഞാനത്തിനോട് വല്ലാത്തൊരു ഹരം വന്നു. അപ്പോൾ ഇയാൾ തിരിച്ചറിഞ്ഞു, ഇതിനേക്കാൾ നല്ലൊരു കമ്പാനിയൻ വേറെ ഇല്ല. നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏത് കോണിലേക്കും പോകാൻ പറ്റുന്ന, ഏത് രാജ്യവും കണ്ടുവരാൻ പറ്റുന്ന വിവരണങ്ങളൊക്കെ. ഇയാളിത് വായിച്ച് ഹരം പിടിച്ച് 10-14 വർഷം കഴിഞ്ഞു. ഇങ്ങനെ 14 വർഷവും 364 ദിവസവും കഴിഞ്ഞു. അപ്പോൾ ഈ ബെറ്റ് കൊടുക്കേണ്ട ആൾ ആകെ അയ്യടാന്നായി. എന്ത് അത്ഭുതം സംഭവിച്ചാൽ മനസ്സിലായില്ലേ? പുസ്തകം കൊടുത്ത് ഇയാൾ ക്ഷീണിച്ചും ചെയ്തു. അത്രമാത്രം പുസ്തകം വായിച്ചിരിക്കുക. ഒന്ന് ആലോചിച്ചൊക്കെ, ഈ 15 വർഷത്തോളം ഇത്രയും പുസ്തകങ്ങൾ വായിച്ച മനുഷ്യനെക്കാലം ലോകത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല ശരിക്കും. അയാൾ ലോൺലിനെസ്സിലായിരിക്കും. കാൾ യൂങ് പറയുന്നുണ്ട്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ലോൺലിനെസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന അറിവ് കൂടുതലുള്ള ആൾക്കാരാണ്. കാരണം ഇവർ അറിവ് കൂടുതലായിട്ട് നിൽക്കുന്നതുകൊണ്ട് മറ്റുള്ളവരായിട്ട് മാച്ച് ആവില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പണ്ട് ഈ അടിമത്തം നിരോധിച്ച സമയത്ത് പലപ്പോഴും പറയുന്നത്, അമേരിക്കയിലേക്ക് അടിമത്തം നിരോധിച്ച സമയത്ത് പല ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. കാരണം അവർ വർഷങ്ങളായിട്ട് അടിമത്തത്തിലാണ്.
അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇവർ പെട്ടിരിക്കുക. നമ്മളെന്താ പറയുക, സ്വാതന്ത്ര്യം കൊടുക്കൂ എന്നുള്ളതാണ്. പക്ഷെ സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ട് തന്നെ അവർ ആ ഒരു ഹാങ് ഓവറിലായിരുന്നു. അവർക്ക് സ്വാതന്ത്ര്യം എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ അറിയില്ല. ഒരു കുഞ്ഞ് ജനിച്ച് വീണ പോലെ പിച്ച വെച്ച് നടക്കുമ്പോഴുള്ള പ്രയാസങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു. ഒരു മുതലാളിക്ക് കീഴിൽ ഇങ്ങനെ ജീവിച്ച് പെട്ടെന്ന് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴാണ് പ്രശ്നമാണത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് 14 വർഷവും 364 ദിവസവും പിന്നിട്ടു. ഇയാൾ ഒരുപാട് വായിച്ചു. പക്ഷേ ഇങ്ങനെ വായിച്ച് ഇനി ഒരു ദിവസമേ ബാക്കിയുള്ളൂ. പുറത്തുള്ള ആൾ ബെറ്റിൽ തോക്കാൻ പോവാണല്ലോ, നാളെ കഴിഞ്ഞാൽ എൻ്റെ പുരയുടെ ആധാരമൊക്കെ പണയം വെച്ചിട്ടെങ്കിൽ ഇയാളെ പൈസ കൊടുക്കണമല്ലോ, പെട്ടല്ലോ എന്ന അവസ്ഥയിലിരിക്കുക. അകത്തുള്ള ആളോ ഇതിനേക്കാളും വലിയൊരു തടങ്കൽ ജീവിതം എനിക്ക് കിട്ടാനില്ല. കാരണം ഇവിടെയാണ് ഞാൻ എൻ്റെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ആസ്വദിച്ചത്. ഈ മുറിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ഞാൻ ലോകത്തിലെ എല്ലാ അറിവുകളിലേക്കും പോയി. ഞാൻ ലോകം മൊത്തം സഞ്ചരിച്ചു. എല്ലാ വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളെ പറ്റിയിട്ട്, മതങ്ങളെ പറ്റിയിട്ട്, ഭാഷയെ പറ്റിയിട്ട്, കവിതകളെ പറ്റിയിട്ട്, നിലപാടുകളെ പറ്റിയിട്ട് എല്ലാം അറിഞ്ഞിരിക്കുക. ഇതെല്ലാം കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനത്തെ അവസ്ഥയിലാണ് ഉള്ളിലുള്ള ആൾ. അപ്പോൾ ഉള്ളിലുള്ള ആളാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം അനുഭവിച്ചത്. പുറത്തുള്ള ആളോ ഓരോ ദിവസം കഴിയുമ്പോൾ ഇയാളെ സ്വാതന്ത്ര്യം പോവുക. ഇയാൾ പുറത്ത് പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, കുടുംബത്തിൻ്റെ കൂടെ പോകുന്നുള്ളൂ. പക്ഷെ ഉള്ളിൽ എന്താണ്, വീട്ടു തടങ്കലിൽ കിടക്കുന്ന ആളെക്കാളും വലിയ തടങ്കല്ല ഇയാൾ. ഞാനിനി എന്ത് ചെയ്യും എന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയാം ഏറ്റവും വലിയ സ്വാതന്ത്ര്യം അകത്തുനിന്ന് വരാം. ആ സ്വാതന്ത്ര്യം നമുക്ക് വിജ്ഞാനം കൊണ്ടുതരും. അറിവല്ലാത്ത സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മളെ ഏറ്റവും വലിയ ഫ്രീഡം എന്ന് പറയുന്നത് നമ്മൾ നമ്മളോടൊപ്പം ഇരുന്നിട്ട് അറിവിൽ ലയിക്കുന്ന, അറിയലിൽ മുഴുകുന്ന സമയം. ഈ സമയത്തിനേക്കാളും വലിയ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടാനില്ല. ഈ സമയത്ത് നമ്മളെല്ലാത്തിനും മാറിയിട്ട് ആര് വിളിച്ചാലും ഞാനില്ല എന്ന് പറഞ്ഞിരിക്കുമ്പം ബാക്കിയുള്ളവർക്ക് എന്താ തോന്നുക, ഇവനെന്തോ വീട്ടു തടങ്കലിലാണ്, ഇവനൊരു അടിമയെപ്പോലെ എവിടെയോ കുടുങ്ങിക്കിടക്കാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ അടിമയാകുന്നതിൻ്റെ രസം. ദൈവത്തോടൊപ്പം അറിഞ്ഞു മുഴുകി ഇങ്ങനെ ആരാധനകളിൽ ഇരിക്കുമ്പം അതിനേക്കാളും വലിയൊരു ലക്ഷറി പുറത്ത് കിട്ടുന്നില്ലെങ്കിൽ പുറത്തുനിന്നും കാണുന്നവർക്ക് തോന്നും ഇവൻ ദൈവത്തിൻ്റെ അടിമയായിട്ടോ, ഇവൻ പുസ്തകത്തിൻ്റെ അടിമയായിട്ടോ, അങ്ങനെ തോന്നണം. അടിമ എന്ന് പറഞ്ഞാൽ തന്നെ ആക്ച്വലി സ്നേഹം ഉണ്ടാകുമ്പോൾ മാത്രം ഉണ്ടാകുന്ന അവസ്ഥ. എല്ലാവർക്കും കൂടി ആ പേരിടരുത്, ഞാൻ അടിമയാണെന്ന് പറഞ്ഞാൽ. നോ, അടിമ എന്ന് പറഞ്ഞാൽ സ്നേഹം ഉണ്ടാകുമ്പോൾ എത്തുന്ന സ്റ്റേറ്റാണ്, സ്നേഹത്തിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇയാൾ ഈ വീട്ടു തടങ്കലിൽ പോലെ കഴിയുന്ന അവസ്ഥയിൽ അയാളുടെ സ്വാതന്ത്ര്യം കണ്ടെത്തി എന്നുള്ളതാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ നീതി. അകത്തു നിന്നാണ് ഇത് സംഭവിക്കുന്നത്. പുറത്തുള്ള ആൾക്കുള്ള സ്വാതന്ത്ര്യം പോയി എന്നുള്ളതാണ്, ഒന്നും ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥയിലായെന്നുള്ള. ഏതായാലും ഒരു രാത്രി കൂടി കഴിഞ്ഞാൽ ഇങ്ങേർക്ക് സ്വാതന്ത്ര്യം കിട്ടും. പക്ഷെ ഇങ്ങനെ എന്താ ചെയ്താൽ അറിയോ, അടുത്ത ദിവസം വരെ കാത്തിരിക്കാതെ രാവിലെ ആക്കുന്നതിന് മുന്നേ തന്നെ ഇത്രയും അറിവ് നേടിയോണ്ട് ഇയാൾക്ക് അവിടെ ഇരുന്ന് അറിയാൻ പറ്റും പുറത്തുള്ള ആളുടെ മനോഭാവം എന്തായിരിക്കും എന്നതുകൊണ്ട് ഇയാൾ തരാൻ പോകുന്ന ലക്ഷങ്ങളൊന്നും തന്നാൽ മതിയാവില്ല ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ അനുഭവിച്ച ഫ്രീഡത്തിന്. അത് വിലയിടാണല്ലോ ഇത്രയും കാലം ഇവിടെ ഇരുന്നതിന്. അപ്പോൾ എന്നതുകൊണ്ട് സമയം ആ 365 ദിവസമാകാൻ 2-3 മണിക്കൂർ ബാക്കി നിൽക്കെ ഇയാൾ ആ വാതിൽ തുറന്ന് പുറത്തിറങ്ങി അങ്ങ് പോയി. ഒരു കത്തും എഴുതി വെച്ചു. അടുത്ത ദിവസം മറ്റാൾ വന്നിട്ട് ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് എൻ്റെ കഥ കഴിഞ്ഞല്ലോ, എഗ്രിമെൻ്റ് പ്രകാരം ലക്ഷങ്ങൾ കൊടുക്കണമല്ലോ കരുതിയിട്ട് ആ മുറിക്ക് പുറത്തിങ്ങനെ വന്ന് നിൽക്കുമ്പം വാതിൽ തുറന്നെടുക്കുന്നുണ്ട്. ഇയാൾക്ക് അതിശയം തോന്നി. വെറും മണിക്കൂറുകളല്ലേ ബാക്കിയുള്ളൂ, ഇയാൾ എന്ത് പണിയാണ് കാണിച്ചത്. ഉള്ളിൽ കയറി നോക്കുമ്പം ഉള്ളിലുള്ള കക്ഷി ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ എഴുതിയത് എന്താ, ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമാണ്. നമ്മൾ ഒറ്റപ്പെടുത്തിയ ആളുകളോട് നമുക്ക് ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റണം. ആ ഒറ്റപ്പെടലിൽ നമ്മൾ കണ്ടെത്തുന്ന കുറച്ച് സത്യങ്ങളുണ്ട്. അത് കണ്ടെത്താൻ നമ്മൾ സമയം എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വിളിക്ക് ഉത്തരം കൊടുത്തില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റൂമി പറയണ്ടല്ലോ, നിങ്ങൾ ഒറ്റപ്പെടുത്തുന്ന ദൈവം നിങ്ങളുമായിട്ട് സംവദിക്കാൻ സമയം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി വരുമ്പോൾ എല്ലാവരും മാറ്റുമെന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഒറ്റപ്പെടുത്തിയവരെയും നമ്മളെ ഒരു ഭാഗത്തേക്ക് കാറ്റഗറൈസ് ചെയ്ത് നിർത്തിയവരോടും നമുക്ക് ആ അനുഭവം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലാതെ വേറൊന്നും പറയാനില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ ആ അവസ്ഥയിൽ നമ്മൾക്കകത്തു നിന്നും കണ്ടെത്തേണ്ട സ്വാതന്ത്ര്യം നമ്മൾ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളൊരു വാസ്തവം അത് സത്യത്തിലാണ്. അപ്പോൾ നമ്മൾ നഷ്ടത്തിലാണെന്ന് പറയാം. പക്ഷെ ഇത് എഴുതി വെച്ചിട്ടുള്ളത് നന്ദിയുടെ വാചകമാണ്. ഒരുപാട് താങ്ക്സ് ആണ് പറയുന്നത്. കാരണം ഈ മുറിക്കുള്ളിൽ എന്നെ പൂട്ടിയതോട് കൂടിയിട്ട്, ഈ മുറിക്കുള്ളിൽ ഞാൻ കയറിയതോട് കൂടിയിട്ട് എനിക്കിപ്പോൾ എല്ലാത്തിനെയും പറ്റി അറിയാം. ഞാൻ ഒരുപാട് ഗ്രന്ഥങ്ങളിലൂടെ പോയി, എനിക്ക് പ്രപഞ്ചത്തിൻ്റെ രഹസ്യം അറിയാം. എല്ലാം എങ്ങനെയാണ് ചേർന്നിരിക്കുന്നത്, വ്യത്യസ്ത ഭാഷകളും എങ്ങനെയാണ് ഒന്നാകുന്നത്, വ്യത്യസ്ത ധാരകളും എങ്ങനെയാണ് ഒന്നിലേക്ക് നയിക്കുന്നത്. ഇത്തരം ഒരു കഥ അന്ന് ചെറിയ ക്ലാസ് പഠിക്കുമ്പോൾ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് എനിക്കിതൊരു കഥ മാത്രമായിരുന്നു. അയാൾ അവിടുന്ന് ഇറങ്ങിപ്പോയി. അയാൾ പറഞ്ഞു, നിങ്ങൾ തരുന്ന ലക്ഷ്യങ്ങളെക്കാളും മീതി എനിക്ക് ഇവിടുന്ന് കിട്ടിയ അനുഭവം, ഞാൻ വേണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് തരാം, അത്രമാത്രം ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അറിഞ്ഞ സത്യത്തെ, അനുഭവത്തെ ഈ ചുരുങ്ങിയ ലക്ഷ്യങ്ങളിലേക്ക് ചുരുക്കാൻ ഞാൻ കൊതിക്കുന്നില്ല എന്നാ. നമ്മൾ ഈ ഗൈഡഡ് ടോക്കിൻ്റെ ക്യാപ്ഷൻ പറയുമ്പോൾ പറയാറുണ്ട്, ഇത് ഫ്രീ ആക്കിയത് ഇതിന് വില ഇല്ലാത്തത് കൊണ്ടല്ല, ഇത് വില മതിക്കാനാവാത്തത് കൊണ്ടാണ്.
ഇതിന് വില ഇടാൻ പാടില്ല. വില ഇട്ടാൽ തീരാത്ത അത്രയും വിസ്ഡംസ് ആണ് നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞുകൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഫ്രീ ആക്കി വെച്ചത്. അല്ലാണ്ട് ചെറിയ പേയ്മെൻറ്റെങ്കിലും വാങ്ങിച്ചാൽ എന്ന് പറയാറുണ്ട് പല ആൾക്കാരും. അല്ല, അത് ആ തലത്തിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഇതേപോലെ അദ്ദേഹം പറയുന്നു, ഇത് വില മതിക്കാനാവാത്തതാണ്, അതുകൊണ്ട് നിങ്ങൾ വില ഞാൻ സ്വീകരിച്ചാൽ ഇതിന് ഞാൻ കൊന്നതിന് തുല്യമാണ് എന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്തിരുന്ന് അയാൾ ട്രാൻസ്ഫോം ചെയ്യായിരുന്നു. അയാൾ ലോകത്ത് അറിയായിരുന്നു. അതൊരു പോയിന്റ് കൂടി അദ്ദേഹം ചേർത്ത് വരുന്നുണ്ട്. ഇതിലൂടെയൊക്കെ പോയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എല്ലാം ഒന്നിലേക്ക് ചേരുന്നു, എല്ലാം തമ്മിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. വേരിലേക്ക് താഴോട്ട് ഇങ്ങനെ പോകുമ്പം എല്ലാം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ എവ്രിതിങ് ഈസ് കണക്റ്റഡ്. ആ കണക്ഷനിൽ നിന്നാണ്, ആ ലൈനിൽ നിന്നാണ്, ആ ലൈറ്റിൽ നിന്നാണ് എല്ലാം എന്നുള്ള ട്രൂത്ത് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ പഠിക്കൽ വിഷയമാക്കുന്നുണ്ടെങ്കിൽ, പഠിക്കുക എന്നതൊരു വിഷയമായി നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, അത് അറിയുക എന്ന തലത്തിലേക്ക് നിങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലാംഗ്വേജ് ഡിഫറെൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾ പഠിക്കുന്ന മേഖലകൾ ഡിഫറെൻ്റ് ആയിക്കോട്ടെ, പക്ഷെ എല്ലാം തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം നിങ്ങൾ കണ്ടെത്തുന്ന പോയിന്റ് മുതലാണ് ഞാൻ പറയാം നിങ്ങളുടെ പഠനം അറിയലായി തുടങ്ങുന്നത്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്നത് ദൈവത്തെ അറിയുക എന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് അറിയലാണ് അടിസ്ഥാനം. അറിയലിൻ്റെ വഴി ആണ് അന്വേഷണത്തിൻ്റെ വഴി എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്കുള്ള ചെറിയ ചെറിയ ഓപ്പണിങ്സ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അമേസിങ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കാണാം. അപ്പോൾ അറിയാൻ വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുക, അറിയലിൻ്റെ മാർഗം സ്വീകരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അറിയുന്നു എന്ന തലത്തിലേക്ക് അറിവിനെ സ്വീകരിക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഏതായാലും എല്ലാവിധ വിശ്വാസം അറിയിക്കുന്നു. നെക്സ്റ്റ് വീക്കിൽ കാണാം. പിന്നെ നമ്മളെ ഈ മന്തിലെ മെയിൻ അപ്ഡേറ്റ്, എല്ലാ മന്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് റൂമി നൈറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു 3 ബാച്ച് കംപ്ലീറ്റ് ചെയ്തു. ഒരുപാട് നല്ല എക്സ്പീരിയൻസുകൾ പലരും റൂമി നൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. അപ്പം ഈ പ്രാവശ്യം ഈ മന്തിൽ നമുക്ക് 2 റൂമി നൈറ്റ് ഉണ്ട്. കാരണം ഞാൻ ഇന്ന് നൈറ്റ് UAE പോകും. അപ്പോൾ നമുക്ക് UAE ഒക്ടോബർ 18 റൂമി നൈറ്റ് വരുന്നുണ്ട്. ഏതെങ്കിലും UAE പാർട്ടിസിപ്പൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം. ഞാൻ UAE ചെയ്യുന്നതുകൊണ്ട് നാട്ടിൽ എത്താൻ പറ്റാത്ത ചില ആളുകളൊക്കെ മറ്റുള്ള GCC കൺട്രീസിനും ഇതിനു വേണ്ടി മാത്രം വരുന്നുണ്ടെന്നൊക്കെ അറിയുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. ആ ഡെഡിക്കേഷൻ വണ്ടർഫുൾ. അവിടെ തന്നെയാണ് നമ്മൾ അറിയലിൻ്റെ രസം കിട്ടിയാൽ അങ്ങനെയാണ് നമുക്ക് അതിരുകളൊന്നും ഒരു വിഷയമാവാതെ നമ്മളതിനെ മുന്നോട്ട് പോകുന്നുള്ളതാണ്. അപ്പോൾ UAE വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ദിസ് മന്ത് 25th നമ്മൾ കോഴിക്കോടും എല്ലാ മാസവും നടക്കുന്ന റൂമി നൈറ്റ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ മന്ത് നമ്മൾ പ്രോഫറ്റിക് വിസ്ഡം ആയിരുന്നു ടോപ്പിക്കായിട്ട് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഈ മന്തിൽ നമ്മൾ വീണ്ടും റൂമി വിസ്ഡത്തിൻ്റെ തന്നെ നെക്സ്റ്റ് ലെയർ കണക്റ്റിംഗ് ടു ദ ഡിവിനിറ്റിയിലേക്ക് കണക്ട് ചെയ്യുന്ന മാസ്റ്റേഴ്സ് പാത്തിലൂടെ കണക്ട് ചെയ്യുന്ന ആ കണക്റ്റഡ്നെസ്സിനെ പറ്റിയിട്ടായിരിക്കും സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പം റൂമി നൈറ്റ് അറ്റൻഡ് ചെയ്തവർക്ക് വീണ്ടും അറ്റൻഡ് ചെയ്യുക. കാരണം റൂമി നൈറ്റ് ഒരു ഫിക്സഡ് പ്രോഗ്രാം അല്ല. എല്ലാ റൂമി നൈറ്റും ഒന്നും അങ്ങനെ ഇല്ല. ഓരോ റൂമി നൈറ്റും ഓരോ വിഷയങ്ങളിലൂടെ പോകാം. ഇതൊരു ജേണിയാണെന്നുള്ളതാണ്. ഒരിക്കലും ഞാൻ എല്ലാവരോടും പറയും റൂമി നൈറ്റ് ഞാനൊരു തവണ അറ്റൻഡ് ചെയ്തിരിക്കണം, അങ്ങനെ ഒരു തവണ അറ്റൻഡ് ചെയ്യുന്ന ഒരു പരിപാടിയല്ല അതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അനുഭവിക്കാനൊക്കെ ടേസ്റ്റ് ചെയ്യാനൊക്കെ, പക്ഷെ റൂമി നൈറ്റ് ഈസ് എ ജേണി എന്നുള്ളതാണ്. ഗൈഡ് ടോക്ക് പോലെ തന്നെ. അപ്പോൾ 25th കാലിക്കറ്റ് വരാൻ പറ്റുന്നവർ അവിടെ വരാമെന്നുള്ളതാണ്. പിന്നെ ഗൈഡഡ് കോഡ് ചെയ്ത പാർട്ടിസിപ്പൻസ് ഉണ്ടെങ്കിൽ 3 മാസം കൂടുമ്പോഴേക്കാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ കോഡ്, അതായത് ഗൈഡഡ് കോഡിൻ്റെ ലെവൽ 2 അതും ഈ മന്ത് വരുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ കോഡ് എപ്പോഴും മോർണിംഗ് ബാച്ചാണ്. അപ്പോൾ അതിലാണ് നമ്മൾ ഗൈഡഡ് കോഡ് പ്രോഗ്രാംസ് കഴിഞ്ഞിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ലെവലൊക്കെ ഡിസ്കസ് ചെയ്യാറുള്ളത്. ദെൻ ഓൾസോ ഈ വർഷത്തെ അവസാനത്തെ ട്രെയിനേഴ്സ് പ്രോഗ്രാം നവംബറിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രീ ട്രെയിനിങ് നമ്മൾ ഈ മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഓരോ പ്രോഗ്രാമും ചിലർക്ക് മെൻറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് അപ്ഡേറ്റ്സ് എടുക്കുമ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാമിനെ പറ്റി ഡീറ്റെയിൽസ് വേണമെങ്കിൽ മെൻറ്റേഴ്സിനെ കണക്ട് ചെയ്യാം. നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.